നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. اسلامي ناتواني حج بيمكة كومالي زحمة كيشان هر بردوام ولا رقي خبات بجي كومالي زحمة كيشان هل يسا بانا قاكاني كومالي زحمة كيشان بردو ماكرا. ആറാം ദിനവും പശ്ചിമേഷ്യ അശാന്തമായി തുടരുന്നു. പുതിയ യുദ്ധമുഖം തുറന്ന് ഇസ്രയേലും ഇറാനും. യുദ്ധക്കപ്പൽ മുക്കിയതിൽ അമേരിക്ക ഖേദിക്കേണ്ടി വരുമെന്ന് ഇറാൻ. യുദ്ധ ചരിത്ര നേട്ടമാകുമെന്ന് നെതന്യാഹു. സിപിഎം ജില്ലാ നേതൃത്വത്തിനെതിരെ തുറന്നടിച്ച് പി കെ ശശി. EN സുരേഷ് ബാബുവിനെതിരെ കടുത്ത ആരോപണം. ജി സുധാകരനെ അനുനയിപ്പിക്കാൻ നേതൃത്വം. പ്രയോഗത്തിലൊക്കെയുള്ള അദ്ദേഹത്തിന്റെ പരിഭവം അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രകടിപ്പിച്ചതാണ്. അദ്ദേഹത്തെ പാർട്ടിയിലെ സഹാക്കൾ ബന്ധപ്പെടുന്നുണ്ട്, ഞങ്ങളൊക്കെ ബന്ധപ്പെടുന്നുണ്ട്. മുതിർന്ന നേതാക്കന്മാരെല്ലാം പാർട്ടിയും പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കും പ്രസ്ഥാനത്തിനും സഹായകമായ നിലപാട് സ്വീകരിച്ചു പോവുകയാണ്. സുധാകരനോട് കോൺഗ്രസിന് ആദരം മാത്രമെന്ന് VD സതീശൻ. ഞങ്ങൾ എല്ലാവരുമായിട്ടും വളരെ വ്യക്തിപരമായ ബന്ധമുള്ള ഒരാളാണ് അദ്ദേഹം. ഞാൻ നിരന്തരമായി അദ്ദേഹത്തെ സംസാരിക്കുന്ന ഒരാളാണ്. വലിയ ബഹുമാനവും ആദരവും ഉള്ള ഒരാളാണ്. BJPയിലേക്ക് സ്വാഗതം ചെയ്ത് PK കൃഷ്ണദാസ്. ഞങ്ങളുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ്. ഞങ്ങളെ പ്രത്യയശാസ്ത്രത്തെയും നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തെയും അംഗീകരിക്കുന്ന ആരെയും ഞങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും. UDF ഭരണകാലത്തെ പരിഹസിച്ച് PRD പരസ്യം വിവാദത്തിൽ. ഹീനമായ പ്രവൃത്തി നടത്താൻ PRDയെ ഉപയോഗിക്കുന്നുവെന്ന് VD സതീശൻ. ഉദ്യോഗസ്ഥർ മറുപടി പറയേണ്ടി വരുമെന്നും മുന്നറിയിപ്പ്. PRDയുടെ പരിമിതിക്ക് അപ്പുറത്തേക്ക് PRD പോയിരിക്കുകയാണ്. ഇതിന് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥന്മാർ ഇതിന് മറുപടി പറയേണ്ടി വരും ഭാവിയിൽ. ഈ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ നിർദ്ദേശം കേട്ട് ഇത്തരം ഹീനമായ പ്രചരണ തന്ത്രങ്ങൾ നാട്ടുകാരുടെ പൈസ വെച്ചിട്ടാണ്. അധികാര ദുർവിനിയോഗമെന്ന് രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് പരീക്ഷാ ചൂട്. SSLC +1 പരീക്ഷകൾക്ക് തുടക്കം. സമയക്കുറവും സിലബസ് മാറ്റവും ചെറുതായി വലച്ചെന്ന കുട്ടികൾ. വലിയ വിചാരിച്ചത്ര പാടൊന്നും ഇല്ലായിരുന്നു, കുറച്ച് പാടുണ്ടായിരുന്നു. ടൈം ഇച്ചിരി പാടൊന്നും ഇല്ലായിരുന്നു. ആക്ച്വലി എല്ലാം അറ്റൻഡ് ചെയ്ത്. പരീക്ഷാ ഹാളിലെ എത്തിയത് 4 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ. അങ്കമാലി ജാസ്ലിയയുടെ മരണം പ്രത്യേക സംഘം അന്വേഷിക്കും. പ്രതി സിറിയക് P ജോർജിനെ പിടിക്കുന്നതിൽ വീഴ്ച പറ്റിയെന്ന് SP. കുറ്റകരമായ നരഹത്യക്ക് കേസെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാഹനം റിക്കവർ ചെയ്തിട്ടുണ്ട്. പ്രതിയെ പിടികൂടുന്നതിന് വേണ്ടി ഒരു സ്പെഷ്യൽ ടീമിനെ നിയോഗിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതായിരിക്കും. കൊല്ലത്ത് ക്ഷേത്ര ഉത്സവത്തിനിടെ മർദ്ദനമേറ്റ വിദ്യാർത്ഥി മരിച്ചു. പാലക്കാട് മകന്റെ മർദ്ദനമേറ്റ് ചികിത്സയിലായിരുന്ന പിതാവ് മരിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. ആഗോള അയ്യപ്പ സംഗമ കണക്കുകളിൽ പൊരുത്തക്കേട്. ദേവസ്വം ബോർഡിന് സാമ്പത്തിക അച്ചടക്കമില്ല. സംഗമത്തിന്റെ ബജറ്റിൽ മാറ്റം വരുത്തിയതിനും വിമർശനം. ബോർഡിനെതിരെ EDക്ക് തന്ത്രി കണ്ഠരര് രാജീവരുടെ മൊഴി. T20 ലോകകപ്പിൽ ഫൈനൽ ലക്ഷ്യം വെച്ച് ഇന്ത്യ ഇറങ്ങുന്നു. എതിരാളികൾ ഇംഗ്ലണ്ട്. പോരാട്ടം മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ. സഞ്ജു സാംസണിൽ പ്രതീക്ഷയർപ്പിച്ച് ആരാധകർ. വാർത്തയിലേക്ക് വിശദമായി. അശാന്തം പശ്ചിമേഷ്യ. ശ്രീലങ്കൻ തീരത്ത് ഇറാൻ യുദ്ധക്കപ്പൽ അമേരിക്ക മുക്കിയതിന് പിന്നാലെ സംഘർഷം രൂക്ഷമാകുന്നു. അമേരിക്ക ചെയ്തത് ക്രൂരതയെന്നും അങ്ങേയറ്റം ഖേദിക്കേണ്ടി വരുമെന്നുമാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ടെൽ-അവീവിലും ജെറുസലേമിലും ഇറാൻ മിസൈൽ ആക്രമണം ശക്തമാക്കി. ഇറാന്റെ മിസൈൽ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്കയും ആക്രമണം കടുപ്പിക്കുകയാണ്. പശ്ചിമേഷ്യയിലും ആശങ്ക ഒഴിഞ്ഞിട്ടില്ല. യുദ്ധം ഇസ്രയേലിനും അമേരിക്കയ്ക്കും ചരിത്ര നേട്ടമാകുമെന്നാണ് നെതന്യാഹുവിന്റെ ഓഫീസ് പ്രതികരിച്ചത്.
കാർത്തിക് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുകയാണ്. കാർത്തിക്, 6ാം ദിവസവും അശാന്തമായി തുടരുകയാണ് പശ്ചിമേഷ്യ. മാത്രവുമല്ല, വെല്ലുവിളികൾ പരസ്പരം കൂടുതൽ കടുപ്പിക്കുന്നത് കൂടി കാണാം. എന്തൊക്കെയാണ് ഇന്ന് സംഭവിച്ച കാര്യങ്ങൾ? രേണുക, യുദ്ധം 6ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ സംഘർഷം കൂടുതൽ കലുഷിതമാകുകയാണ്. ആദ്യ 5 ദിവസം വ്യോമാക്രമണവും വ്യോമ പ്രതിരോധവുമൊക്കെയായിരുന്നു, ആകാശത്തിലൂടെയുള്ള യുദ്ധമായിരുന്നുവെങ്കിൽ കഴിഞ്ഞ ദിവസം മുതൽ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. കടലിലും സംഘർഷം രൂക്ഷമാകുന്നു. അമേരിക്ക ഇറാന്റെ യുദ്ധക്കപ്പൽ മുക്കിയത് മുതലാണ് ഇത്തരത്തിൽ കടലിലും ഈ ആക്രമണ സാധ്യത രൂക്ഷമാകുന്നത്. അത് വലിയ തോതിലുള്ള ആശങ്കയ്ക്കാണ് വഴിവെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഹോർമുസ് കടലിടുക്ക് പോലെയുള്ള ജലപാത അത് അടഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ആശങ്ക വർദ്ധിക്കുകയാണ്. ശ്രീലങ്കൻ തീരത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഇറാന്റെ IRIS ദേനയാണ് അമേരിക്ക മുക്കിയത്. ഈ ആക്രമണത്തിൽ വലിയ പ്രതിഷേധം ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു. ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണമാണ് ഈ ഘട്ടത്തിൽ വന്നിരിക്കുന്നത്. അദ്ദേഹം ശക്തമായ ഭാഷയിലാണ് ഇതിനെ അപലപിക്കുന്നത് എന്നാണ് ഏറ്റവും ശ്രദ്ധേയം. 130 സെയിലർമാരാണ് ഈ യുദ്ധക്കപ്പലിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 87 പേർ കൊല്ലപ്പെട്ടു. അതോടൊപ്പം തന്നെ 61 പേരുടെ കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയുമാണ്. സ്വാഭാവികമായും ഇറാനെ സംബന്ധിച്ചിടത്തോളം വളരെ അപ്രതീക്ഷിതമായിരുന്നു ഈ ആക്രമണം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇറാൻ കൂടുതൽ ആക്രമണം ശക്തമാക്കുകയായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ എന്നതാണ്. തെക്കൻ തീരത്ത് നിന്ന് 40 നോട്ടിക്കൽ മൈൽ അകലെ, അതായത് 74 കിലോമീറ്റർ അകലെയാണ് കപ്പലിന് നേരെ ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായത്. അമേരിക്കയുടെ ആണവ അന്തർവാഹിനിയിൽ നിന്നാണ് ഒരു ടോർപിഡോ ആക്രമണം. അത് ഇറാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ ടോർപിഡോ ആക്രമണമാണ് ഇപ്പോൾ കടലിലാകെ അശാന്തി വിതച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഹോർമുസ് കടലിടുക്കിൽ ഏതാണ്ട് 20,000-ഓളം സെയിലർമാരാണ് കുടുങ്ങിക്കിടക്കുന്നത്. 137 വെസലുകൾ കുടുങ്ങിക്കിടക്കുന്നു. ഇതിൽ 37 വെസലുകൾ ഇന്ത്യൻ പതാക വഹിച്ചുകൊണ്ടുള്ളതാണ്. അത്തരത്തിൽ വലിയ തോതിൽ കടലിൽ ആശങ്കകൾ നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു അപ്രതീക്ഷിത ആക്രമണം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇറാന് നേരെ ഉണ്ടായത് എന്നതാണ് ഏറ്റവും ഗൗരവകരമായി കാണേണ്ടത്. മറ്റൊന്ന്, ഇതിന് ശേഷവും പശ്ചിമേഷ്യയിൽ ഇറാൻ ആക്രമണം തുടരുകയാണ്. US സൈനിക കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് ആക്രമണം എങ്കിൽ കൂടിയും അത് ആശങ്കകൾക്ക് വഴിവെക്കുന്നു. പ്രത്യേകിച്ച് ഇറാഖിൽ കുർദിഷ് സൈന്യത്തിന് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. അതോടൊപ്പം തന്നെ കുവൈറ്റ് തീരത്ത് ഒരു ടാങ്കറിൽ വലിയ സ്ഫോടനമുണ്ടായതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഇത് സംബന്ധിച്ച കൂടുതൽ വ്യക്തതകൾ വരേണ്ടതുണ്ട്. ഇറാൻ തീരത്തിന് അകലെയാണ് ഈ സ്ഫോടനം ഉണ്ടായതെന്നാണ് കുവൈറ്റ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും അക്കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷേ ഖത്തറിൽ ദോഹയിലെ US എംബസിക്ക് സമീപമുള്ള വീടുകളിൽ താമസിക്കുന്നവരെ ഖത്തർ ഒഴിപ്പിച്ചിരിക്കുന്നു. സുരക്ഷ കണക്കിലെടുത്താണ് ഇത്തരമൊരു തീരുമാനമെന്നാണ് ഖത്തർ അറിയിച്ചിരിക്കുന്നത്. ഇവർക്ക് താമസിക്കാനായി സമാന്തര സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. സൗദിയിലാകട്ടെ 3 ക്രൂയിസ് മിസൈലുകൾ പ്രതിരോധിച്ചു എന്ന് സൗദി അറിയിച്ചു. അൽ ഖർജ് നഗരത്തിൽ 3 ക്രൂയിസ് മിസൈലുകൾ നശിപ്പിച്ചു എന്നാണ് സൗദി അറിയിച്ചിരിക്കുന്നത്. ബഹ്റിനിലും സമാനമായ സാഹചര്യം തന്നെയായിരുന്നു. ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ബഹ്റിനിലെ ഒരു ആമസോൺ ഡേറ്റാ സെന്ററിന് നേരെ ഡ്രോൺ ആക്രമണം നടത്തിയതായി ഇറാൻ സ്റ്റേറ്റ് അഫിലിയേറ്റഡ് ന്യൂസ് ഏജൻസിയായ ഫാർസ് ന്യൂസ് അറിയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ പശ്ചിമേഷ്യ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണം ഒരു വശത്ത് ശക്തമാകുന്നു. US സൈനിക കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആക്രമണമെങ്കിലും ഭീതി ഒഴിയുന്നില്ല. ഇസ്രയേലിൻ്റെ ഭാഗത്ത് നിന്ന് ടെഹ്റാനെ ലക്ഷ്യം വെച്ചും അതോടൊപ്പം തന്നെ ഇറാനിലെ വിവിധ നഗരങ്ങളെ ലക്ഷ്യം വെച്ചുമുള്ള മിസൈൽ ആക്രമണങ്ങളും തുടരുന്നു. കോമിൽ തീർച്ചയായും കാർത്തിക് സൂചിപ്പിച്ചതുപോലെ ഇറാനെ സംബന്ധിച്ച് എല്ലാം അപ്രതീക്ഷിതമായിരുന്നു. ഖുമൈനിയുടെ വധം മുതൽ ഇന്നലെ നടന്ന പടക്കപ്പലിന് നേരെയുള്ള ആക്രമണം വരെ എല്ലാം ഇറാൻ വിചാരിക്കുന്നതിനും അപ്പുറത്തേക്ക് നടക്കുന്ന കാര്യങ്ങളായി തന്നെ നമ്മൾ വേണം കണക്കാക്കാൻ. പശ്ചിമേഷ്യയ്ക്ക് പുറമെ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കൂടി ഈ ആക്രമണം വ്യാപിക്കുന്നത് കൂടി നമ്മൾ ഇന്ന് കണ്ടു. വലിയ ആശങ്കയാണ്. ഈ ഘട്ടത്തിൽ ചൈനയുടെ മീഡിയേഷനുള്ള ഇടപെടൽ കൂടി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വലിയ വാർത്തയായി കാണിക്കുന്നുണ്ടായിരുന്നു. അതിനുള്ള സാധ്യതകൾ എന്താണ്? 6ാം ദിവസവും ആക്രമണം കടുപ്പിക്കുന്ന സാഹചര്യത്തിൽ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള സമവായ നീക്കങ്ങൾ, ചർച്ചകൾ, അതിനുള്ള സാധ്യതകൾ തുറക്കുന്നുണ്ടോ? ചൈനയുടെ ഇടപെടലിനെ എത്രമാത്രം പ്രതീക്ഷയോടുകൂടി കാണാം? 6ാം ദിവസവും സംഘർഷം രൂക്ഷമാകുമ്പോൾ പലതരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നു എന്നത് ആശ്വാസകരമാണ്. അല്പം മുമ്പ് ഒമാൻ ഭരണാധികാരിയുടെ പ്രതികരണം വന്നിരിക്കുന്നു. ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ട്വീറ്റ്. അതിന് മുന്നോടിയായിരുന്നു ചൈനയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ സമവായ സാധ്യതകൾ തേടിയുള്ള ഒരു നീക്കമുണ്ടായത്.
ചൈനീസ് വിദേശകാര്യ മന്ത്രി സൗദി തലവനുമായി സംസാരിച്ചു. ഇത്തരത്തിൽ യുദ്ധം നീണ്ടു പോകുന്നത് വലിയ തോതിലുള്ള ആശങ്കകൾക്ക് വഴിവെക്കും, അത് പ്രതിസന്ധി രൂക്ഷമാക്കും. ആ സാഹചര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ ചൈനയുടെ ഭാഗത്തു നിന്ന് ആവശ്യമായ സഹായം നൽകാൻ തയ്യാറാണ് എന്നാണ് അദ്ദേഹം സൗദി ഭരണത്തലവനെ അറിയിച്ചത്. അതോടൊപ്പം തന്നെ സ്പെഷ്യൽ എൻവോയ് പ്രത്യേക പ്രതിനിധി സംഘത്തെ ചർച്ചകൾക്കായി മിഡിൽ ഈസ്റ്റിലേക്ക് അയക്കാൻ തയ്യാറാണ് എന്നൊരു അഭിപ്രായവും പങ്കുവയ്ക്കുകയുണ്ടായി. പക്ഷേ ഇതിനോടൊക്കെ ഇറാൻ എങ്ങനെ പ്രതികരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും വരുന്ന മണിക്കൂറുകളിൽ ഒരു സമവായ സാധ്യതകൾക്കുള്ള സമവായത്തിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് വ്യക്തമാകുന്നത് വരുന്ന മണിക്കൂറുകളിൽ മാത്രമായിരിക്കും. എന്തായാലും ഇറാൻ കടുത്ത ഭാഷയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം നടന്ന കപ്പൽ ആക്രമണത്തോട് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. ഖേദിക്കേണ്ടി വരും, അങ്ങേയറ്റം ഖേദിക്കേണ്ടി വരും, ഈ വാക്കുകൾ മറന്നു പോകരുത്, കുറിച്ചിട്ടോളൂ എന്ന തരത്തിലാണ് ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ ട്വീറ്റ് വന്നിരിക്കുന്നത്. സ്വാഭാവികമായും ആ വാക്കുകളിൽ വ്യക്തമാണ് ശക്തമായ പ്രകോപനമാണ് കഴിഞ്ഞ ദിവസം ഇറാന് ഉണ്ടായത്. സ്വാഭാവികമായും ഇറാൻ ഒട്ടും പ്രതീക്ഷിച്ച ഒരു ആക്രമണമല്ല. പ്രത്യേകിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യയുടെ ക്ഷണമനുസരിച്ച് വിശാഖപട്ടണത്തെത്തി നാവികാഭ്യാസത്തിൽ പങ്കെടുത്ത് മടങ്ങിയ ഒരു കപ്പലിന് നേരെയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. 130 സെയിലർമാരായിരുന്നു അതിൽ ഉണ്ടായിരുന്നത്. അതിൽ ഏതാണ്ട് 80-ലധികം പേർ കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിച്ച വാർത്തകൾ വരുന്നു. അതോടൊപ്പം തന്നെ 32 പേർ ഇതിനോടകം തന്നെ ശ്രീലങ്കയിൽ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലാണ്. ഇവരുടെ ആരോഗ്യം മെച്ചപ്പെട്ടു വരുന്നു എന്ന് ശ്രീലങ്കൻ അധികൃതർ അറിയിക്കുന്നു. പക്ഷേ അപ്പോഴും അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു ആക്രമണം, അതും ആണവ അന്തർവാഹിനിയിൽ നിന്ന് ഒരു ടോർപിഡോ ആക്രമണം, അത് ഇറാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അത് അമേരിക്ക ഒരു അനാവശ്യ പ്രകോപനം വിളിച്ചു വരുത്തി എന്ന അഭിപ്രായം ഇറാനുണ്ട്. സ്വാഭാവികമായും ഹോർമൂസ് കടലിടുക്കിലടക്കം ജലപാതയിൽ അനിശ്ചിതത്വം തുടരുന്ന സാഹചര്യത്തിൽ കൂടി ഇത്തരത്തിൽ ഒരു ആക്രമണം അത് വലിയ തോതിലുള്ള പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കും. ഇനി വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് അറിയേണ്ടത് ഹോർമൂസ് കടലിടുക്ക് അടച്ചിരിക്കുകയാണ്. അവിടെ അതുവഴി കപ്പൽ ഗതാഗതം നടത്താൻ ശ്രമിച്ചാൽ കത്തിച്ചു കളയുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ഇറാന്റെ മുന്നറിയിപ്പ്. ഈ ഘട്ടത്തിൽ എന്ത് ഇടപെടലുകൾ അമേരിക്കയ്ക്ക് ഹോർമൂസ് കടലിടുക്കിൽ നടത്താൻ കഴിയും, അതിനെ ആശ്രയിച്ചിരിക്കും എണ്ണ നീക്കം അടക്കമുള്ള കാര്യങ്ങളിലെ തീരുമാനം. എന്തായാലും 37 ഇന്ത്യൻ പതാകകൾ വഹിച്ച കപ്പലുകൾ അവിടെ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നു. 1037 ഇന്ത്യക്കാർ യാത്ര മുന്നോട്ട് കൊണ്ടുപോകാനാകാതെ ഈ കടലിൽ നിൽക്കുകയാണ് ഇപ്പോഴും. സ്വാഭാവികമായും അതിനൊക്കെ ഒരു ഇടപെടൽ ആവശ്യമാണ്. ആ ഇടപെടൽ ഏത് ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നാണ് വരും മണിക്കൂറുകളിൽ നമുക്കറിയേണ്ടത്. എന്തായാലും സംഘർഷം രൂക്ഷമായി തുടരുന്നു. പശ്ചിമേഷ്യ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് കുറവ് വന്നിട്ടുണ്ട് എങ്കിലും ആശങ്കകൾ ഒഴിയുന്നില്ല. കാരണം ടെഹ്റാനിൽ ഇതുവരെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഏതാണ്ട് 172 നഗരങ്ങളിൽ വളരെ ശക്തമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത്. 1045 പേർ കൊല്ലപ്പെട്ടു എന്ന കണക്കുകൾ പുറത്തു വരുന്നു. ഇത് ഔദ്യോഗികമായ കണക്കാണ്. ഒരുപക്ഷെ മരണസംഖ്യ ഇതിലും ഉയരാം, പരിക്കേറ്റവരുടെ എണ്ണം ഇതിലും ഉയരാനുള്ള സാധ്യതകളാണ് തെളിയുന്നത്. എന്തായാലും തിരിച്ചും ഈ അമേരിക്ക യുദ്ധപ്പടക്കപ്പൽ മുക്കിയ ശേഷം ഇറാനും ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് രാവിലെ തന്നെ ഇക്കാര്യം അറിയിച്ചു. 19th വേവ് ഓഫ് അറ്റാക്സ് അത് ഓപ്പൺ ചെയ്തിരിക്കുന്നു എന്നായിരുന്നു ഇറാന്റെ പ്രതികരണം. ജെറുസലേമിലും ടെല്ലവീവിലും വ്യാപകമായി ആക്രമണം നടത്തുമെന്നാണ് മുന്നറിയിപ്പ്. എന്തായാലും ലക്ഷക്കണക്കിന് പേർ ഇപ്പോഴും ടെല്ലവീവിലും ജെറുസലേമിലും ബങ്കറുകളിലാണ്. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് സാഹചര്യങ്ങളിൽ ചില ഇളവുകൾ കൂടി ഇസ്രായേൽ വരുത്തുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ആദ്യ 5 ദിവസം പൊതുചടങ്ങുകൾ നടത്താൻ വിലക്കുണ്ടായിരുന്നു. അതിൽ ചില ഇളവുകൾ ഇപ്പോൾ ഇസ്രായേൽ നൽകിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇസ്രായേലിലെ പ്രധാന വിമാനത്താവളമായ ബെൻഗൂറിയോൺ എയർപോർട്ട്, ആ എയർപോർട്ട് തുറന്നിരിക്കുന്നു. അവിടെ നിന്ന് സർവീസുകൾ പുനരാരംഭിച്ചു എന്ന വിവരങ്ങളും പുറത്തു വരുന്നു. ഇത്തരത്തിൽ ഒരു വശത്ത് ആശ്വാസകരമാകുന്ന ചില വാർത്തകൾ വരുന്നുണ്ട് എങ്കിൽ കൂടിയും ഈ സംഘർഷത്തിന് അയവ് വരുത്താൻ തക്ക ഇടപെടലുകൾ അത് ഉണ്ടാകുന്നില്ല. ഖമനേയിയുടെ ഫ്യൂണറൽ നടക്കേണ്ടതുണ്ട്. ഇന്നലെ വൈകിട്ടായിരുന്നു അത് നടക്കേണ്ടിയിരുന്നത്. അത് മാറ്റിവെച്ചിരിക്കുന്നു. പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അത്തരത്തിൽ ഈ ഫ്യൂണറൽ ചടങ്ങിൽ എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമോ എന്ന് ഇറാൻ ഭയപ്പെടുന്നതായുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അങ്ങനെയൊക്കെയെങ്കിൽ സാഹചര്യങ്ങൾ കൂടുതൽ കലുഷിതമാവും. എന്തായാലും ഒമാന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രതികരണവും അതോടൊപ്പം തന്നെ ചൈന നടത്തുന്ന ഇടപെടലുകളും എത്രത്തോളം അത് ഗുണം ചെയ്യും, എത്രത്തോളം ഈ സംഘർഷം ലഘൂകരിക്കാൻ അത് ഗുണം ചെയ്യുമെന്ന് വരും മണിക്കൂറുകളിൽ അറിയാൻ കഴിയും. 6ാം ദിവസവും ആശങ്ക ഒഴിയുന്നില്ല. കൂടുതൽ പ്രകോപനം ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകുമോ? ഇറാൻ തിരിച്ചടിക്കുമെന്ന് വെല്ലുവിളി ആവർത്തിക്കുകയും ചെയ്യുന്നതാണ് 6ാം ദിവസവും നമ്മൾ കാണുന്ന സാഹചര്യം. കാർത്തിക്കാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കേരളത്തിലെ വാർത്തകളിലേക്ക് വന്നാൽ ജി സുധാകരനുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഒപ്പം തന്നെ പി ശശിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം
യോഗത്തിൽ പങ്കെടുത്തതും വലിയ ആശങ്കയായി തന്നെ നിലനിൽക്കുന്നു കേരള രാഷ്ട്രീയത്തിൽ. അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. CPM പാലക്കാട് ജില്ലാ നേതൃത്വത്തിനെതിരെ വിമർശനങ്ങളുമായിട്ടാണ് PK ശശി പാലക്കാട് വിമത കൺവെൻഷനിൽ പങ്കെടുത്തിരിക്കുന്നത്. ഇത് വിമത കൺവെൻഷൻ അല്ലെന്നും വിപ്ലവകാരികളുടെ കൺവെൻഷനാണ് എന്നും P ശശി പറയുന്നു. CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിനെതിരെ കടുത്ത ആരോപണങ്ങളാണ് ശശി ഉന്നയിച്ചത്. ഇത് വിമതകളുടെ കൂട്ടായ്മയല്ല, നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ഉശിരി പ്രണയം വെക്കാത്ത ആത്മാഭിമാനവും അന്തസ്സും ഉയർത്തിപ്പിടിക്കുന്ന അനേകായിരങ്ങളുടെ ജീവരക്തം കൊണ്ട് നിറം പകർന്ന ഈ ചെങ്കൊടി കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇൻകുലാബിന്റെ ശബ്ദം ഇടിമുടക്കമായി ഏറ്റുവാങ്ങുന്ന വിപ്ലവകാരികളുടെ കൺവെൻഷനാണ് ഇത്. കമ്മ്യൂണിസ്റ്റുകാരുടെ കൺവെൻഷനാണ്. കുഞ്ഞിരാമൻ മാസ്റ്റർ ഈ പാർട്ടിയുടെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ആയിരുന്നു. TP കൃഷ്ണൻ, NK കൃഷ്ണൻ, ശിവദാസ് മേനോൻ, EM ചന്ദ്രൻ ഉൾപ്പെടെയുള്ള ജനകീയരായ നേതാക്കൾ ഇരുന്ന കസേരയിലാണ് ഒരു സ്പിരിറ്റ് കച്ചവടക്കാരൻ ഇരിക്കുന്നത്. CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിനെ ലക്ഷ്യമിട്ടായിരുന്നു PK ശശിയുടെ വാക്കുകളെങ്കിൽ EN സുരേഷ് ബാബു ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് അതിനൊന്നും ഞാൻ മുഖവിലിക്കെടുക്കുന്നില്ല ശശിനെ. നിങ്ങളോട് ഞാൻ പറയുന്നു, എന്റെ പൊതുജീവിതത്തിൽ ഈ പറഞ്ഞ ആരോപണം തെളിയിക്കുന്ന എന്തെങ്കിലും ഒരു തരി നിങ്ങൾ തെളിയിച്ചാൽ നിങ്ങൾ പറയുന്ന പോലെ ഞാൻ കേൾക്കാം. അതെ അതെ, നിങ്ങള് ഈ PK ശശി എന്ന് പറയുന്ന ഒരാളെ നിങ്ങളാണല്ലോ ഇത്രയും വലിയ ഒരു സംഭവമാക്കി മാറ്റിയത്. അതായത് ശശിന്റെ തീവ്രത അളന്നത് നമ്മുടെ ബാലേട്ടനും ശ്രീമതി ടീച്ചറുമാണെന്നാണല്ലോ നിങ്ങൾ തന്നെ പരസ്യപ്പെടുത്തിയത്. ഇനി VD സതീശന് മറ്റൊന്ന് അളക്കട്ടെ, കുറെ കാലം VD സതീശന് ഇയാളുടെ തീവ്രതയൊന്ന് അളക്കട്ടെ എന്ന് മനസ്സിലായില്ലേ? അല്ല, ഞാൻ പറയാ, ഇതുവരെ നിങ്ങൾ അതാണല്ലോ പറഞ്ഞത്, തീവ്രത അളന്നുകൊണ്ടിരിക്കുകയാണ് ഇവർ രണ്ടുപേരും. ഇനി VD സതീശനെ അളക്കട്ടെ. ഒറ്റപ്പാലത്ത് ശശി സ്ഥാനാർത്ഥിയാകുമെന്നാണ് കേൾക്കുന്നത്. പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ വെല്ലുവിളി അതുണ്ടാക്കുമോ? ഒറ്റപ്പാലത്ത് CPM-നും ഇടതുപക്ഷത്തിനും സ്ഥാനാർത്ഥിയുണ്ട്. പിന്നെ ഏതെങ്കിലും വഴി കൂടെ പോകണവനൊക്കെ സ്ഥാനാർത്ഥിയാകണതിനൊക്കെ ഞാൻ മറുപടി പറയേണ്ട കാര്യം അല്ല. UDF-ല് വഴി കൂടെ പോണവനും അടുക്കളപ്പണിക്കാരനും ഉൾപ്പെടെ അടുക്കളയിൽ, ഞങ്ങളുടെ നേതാക്കളുടെ അടുക്കളയിൽ പാചകക്കാരനും കൊട പിടിച്ച് നടന്നവനൊക്കെ ഇപ്പോ സ്ഥാനാർത്ഥിയാക്കുന്നു. UDF-ന്റെ ഗതികേടല്ലേ എന്നത്? UDF-ന്റെ ഗതികേടല്ലേ? ഞങ്ങളുടെ പാർട്ടിയുടെ നേതൃത്വത്തിന്റെ അടുക്കളയിൽ പണിയെടുത്തവനും കൊട പിടിച്ചവനും അതുപോലെ പാർട്ടിയുടെ എല്ലാവിധ സ്ഥാനമാനങ്ങളും കാലാകാലമായി അനുഭവിച്ച് അതിന്റെ സുഖം കണ്ട് അതിൽ നിന്ന് പരമാവധി വെട്ടിപ്പ് നടത്തി, സാമ്പത്തിക വെട്ടിപ്പ് നടത്തി, അതിൽ പാർട്ടി നടപടി നേരിട്ടാൽ ആ പാർട്ടി നടപടി നേരിട്ടതിനെ തിരുത്തി ഒരു കമ്മ്യൂണിസ്റ്റ് ബോധത്തോടുകൂടി തിരിച്ചു വരുന്നതിന് പകരം ഞാനിത് തുടരും, എനിക്ക് ഈ പണിയാണ് നല്ലത്, ഏത് ഈ വെട്ടിപ്പും തട്ടിപ്പുമാണ് എന്റെ പണി, ഞാനിത് തുടരും എന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കണവനോടൊക്കെ എന്ത് പറയാനാ? അതാണ് ഞാൻ പറയുന്നത്. നിങ്ങളാണല്ലോ ഇവരെയെല്ലാം, അതായത് CPM-നോടൊപ്പം നിൽക്കുമ്പോ കൊള്ളരുതാത്തത്. ഇനിയിപ്പോ ഈ പറയുന്ന ഇയാള് വലിയ മഹാനാക്കി നിങ്ങൾ മാറ്റുമല്ലോ. നിങ്ങൾ അത് അന്വേഷിക്കുന്നത്. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് അന്വേഷിക്കും. ഇത്രയും പ്രശ്നമുള്ള ശശി കഴിഞ്ഞ ആഴ്ച വരെ LDF സർക്കാർ കൊടുത്ത ആവട്ടെ. അതായത് എല്ലാ കാലത്തും ഞങ്ങളുടെ പാർട്ടിയിൽ പല ഘട്ടങ്ങളിലായി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പല വീഴ്ചകളും പോരായ്മകളും വരുന്നുണ്ട്, പലവർക്കും വരാറുണ്ട്. അപ്പം അതിലെല്ലാം ഞങ്ങൾ അതാത് വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നടപടികൾ സ്വീകരിക്കും. ആ നടപടികൾ തിരുത്താനാണ്, ഒരാളെ തിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അതെ, ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. തിരുത്താനാണ്. അങ്ങനെ തിരുത്തി വരുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ശശിനിയും കണ്ടത്. ആ രൂപത്തിലാണ് ശശിനിയും കണ്ടത്. അതാണ് എനിക്ക് പറയുന്നത്. ഈ പറയുന്ന ശശിനിയും ആ രൂപത്തിലാണ് കണ്ടത്. പക്ഷേ ഒരാൾ നശിക്കാൻ തീരുമാനിച്ചാൽ, സ്വയം നശിക്കാൻ തീരുമാനിച്ചാൽ നമ്മൾ തിരുത്തിയാൽ തീരുവോ? ഒരാൾ സ്വയം നശിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ നമ്മൾ തിരുത്തിയാൽ മറ്റേ തിരുത്തില്ലല്ലോ. അതാണ് ശശിന്റെ ഇപ്പോഴത്തെ പതനം. ആയിക്കോട്ടെ, വെല്ലുവിളി. അതായത് തൊഴിലാളികളുടെ മറ്റേ ചെത്തു തൊഴിലാളികളുടെ ആനുകൂല്യം ചർച്ച ചെയ്ത് കോൺട്രാക്ടർമാരിൽ നിന്നും
രജിസ്റ്റർ ചെയ്ത് വാങ്ങിയ ഭൂമി ശക്തമായ ഭാഷയിൽ തന്നെ പി കെ ശശിക്ക് മറുപടി പറയുകയാണ് പാലക്കാട് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. CPM വിമതവേദിയിലെത്തിയ പി കെ ശശിയെ CPM പുറത്താക്കിയിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വാർത്ത കൂടി വരികയാണ്. വിമതവേദിയിലെത്തിയതിന് പിന്നാലെയാണ് പി കെ ശശിയെ CPM പുറത്താക്കിയിരിക്കുന്നത്. വലിയ കടുത്ത ഭാഷയിൽ തന്നെ EN സുരേഷ് ബാബു പി കെ ശശിക്കെതിരെ രംഗത്ത് വരുന്നത് കൂടി നമ്മൾ കേട്ടു. CPM നേതാക്കളുടെ അടുക്കളപ്പണി എടുത്തവർ എവിടെ സ്ഥാനാർത്ഥിയായാൽ എന്താണ് എന്ന കാര്യമാണ് പി കെ ശശിയെ ഉദ്ദേശിച്ച് EN സുരേഷ് ബാബു ചോദിക്കുന്നത്. മാത്രവുമല്ല VD സതീശനോട് തീവ്രത അളർന്നു എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിയവരാണല്ലോ, അവർ തീവ്രത അളക്കട്ടെ ഇനി എന്ന കാര്യം കൂടി പി കെ ശശിയുമായി ബന്ധപ്പെട്ട് EN സുരേഷ് ബാബു പറയുന്നു. എന്തായാലും വിമതവേദിയിൽ EN സുരേഷ് ബാബുവിനെ ലക്ഷ്യമിട്ടാണ് പി കെ ശശി ഇന്ന് സംസാരിച്ചത്. ഇത് വിമതവേദി അല്ല എന്ന് പറഞ്ഞുകൊണ്ട്, ഇത് വിപ്ലവ വേദിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പി കെ ശശി സംസാരിച്ചു തുടങ്ങിയത്. അതിന് പിന്നാലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ സ്പിരിറ്റ് കടത്ത് കേസിലെ പ്രതികളാണ് എന്ന വലിയ ആരോപണങ്ങൾ പി കെ ശശി ഉയർത്തിയിരുന്നു. അതിന് മറുപടി പറയുകയായിരുന്നു EN സുരേഷ് ബാബു. ഇപ്പോൾ നമുക്ക് പി കെ ശശിയെ പുറത്താക്കിക്കൊണ്ടുള്ള തീരുമാനം കൂടി CPM-ൽ നിന്ന് വരുമ്പോൾ EN സുരേഷ് ബാബുവിന്റെ വാക്കുകൾ ഒരിക്കൽ കൂടി കേൾക്കാം. അത് ഞാൻ പറഞ്ഞ കാര്യം ആദ്യം ഒന്ന് അയാൾ വെല്ലുവിളിച്ച് വിളിച്ചു. അത് നിങ്ങൾ പത്രക്കാരെ ഏൽപ്പിക്കുന്നു. നിങ്ങൾ എന്റെ പ്രദേശത്തേക്ക് വരും. നിങ്ങളുടെ മറ്റേ മാധ്യമങ്ങൾ പാലക്കാട് ജില്ലയിലുണ്ടോ? ഇന്നല്ലേ പറയും, ഇന്നെ പറയൂ. അല്ലെങ്കിൽ നിങ്ങളുടെ പത്രപ്രവർത്തകർക്ക് എന്നെ കുറിച്ച് നന്നായിട്ട് അറിയണവരുണ്ട്. എന്റെ വീട്ടിൽ വന്നവരുണ്ട്. അതായത് ചില ബൈ ഇലക്ഷൻ സമയത്തൊക്കെ ബൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അന്വേഷിക്കൂ. എങ്ങനെ ഈ കൺവെൻഷനില് എല്ലാ CPM-ന്റെ ആളുകളാണോ നിങ്ങൾ പോയി എന്ന് വിചാരിച്ച്? ഞങ്ങൾ പല ഘട്ടങ്ങളിലായി നടപടി സ്വീകരിച്ചത്, മനസ്സിലായില്ലേ? പല ഘട്ടങ്ങളിലായി അഴിമതിയുടെ പേരിൽ ചില വനിതകളുമായി ബന്ധപ്പെട്ട കേസിലൊക്കെ നടപടി സ്വീകരിച്ചവരാ ആ കൺവെൻഷനിൽ. പിന്നെ കുറേ പാവപ്പെട്ട ആളുകൾ വന്നതൊക്കെയുണ്ട്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ലീഗിന്റെയും കോൺഗ്രസിന്റെയും നല്ല സംഭാവന കൺവെൻഷനുണ്ട്. അവർ വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. അലനല്ലൂരിൽ നിന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട്, കോട്ടോപ്പാടത്ത് നിന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട്, കല്ലടിക്കോട് നിന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട്, കൊഴിഞ്ഞാമ്പാറയിൽ നിന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട്. കൊഴിഞ്ഞാമ്പാറയിൽ നിന്ന് ഇപ്പോൾ ഒരു 3-4 അതിലെ ഒരാൾക്ക് വേണ്ടിയിട്ടാണല്ലോ അവിടെ വിമത ശബ്ദം ഉയർത്തിയത്. അയാൾ തന്നെ ഞങ്ങളുടെ കൂടെ വന്നു. അതായത് അയാളിനെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആക്കിയില്ല എന്ന് പറഞ്ഞിട്ടാണ് വിമത ശബ്ദം ഉയർത്തിയത്. ആ വിമത ശബ്ദം ഉയർത്തിയത് ആള് അതിലെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആക്കിയില്ല എന്ന് പറഞ്ഞു കൊണ്ടുപോയ അയാൾ തന്നെ ഞങ്ങളുടെ കൂടെ വന്നല്ലോ. അയാൾ പ്രധാനപ്പെട്ട നിങ്ങളിതുവരെ പത്രക്കാർ അയാളെ കണ്ടിട്ടില്ലല്ലോ. അതിലൊന്ന് കാണാൻ പറയും. കാര്യം EN സുരേഷ് ബാബുവിനെ ഈ കാണുന്ന തരത്തിലുള്ള സുരേഷ് ബാബു ആക്കിയത് ശശിയാണ്. ശശി ചിറ്റൂരിൽ പോയി ഒരു വിശ്വനാഥൻ മുന്തോക്കറിനെ ഒരു സഖാവിന്റെ അവിടെ പോയി ഈ പ്രദേശത്ത് നിന്ന് നമുക്ക് ഒരു പാർട്ടിയുടെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സഖാവ് വേണമെന്ന് പറഞ്ഞപ്പോൾ അന്ന് താങ്കളുടെ പേരും പറഞ്ഞു. പക്ഷേ ഇപ്പം ആളത്ര ശരിയല്ല, പക്ഷെ പാർട്ടി നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവന്നാൽ ശരിയായിക്കൊള്ളും എന്ന് പറഞ്ഞിട്ടാണ് താങ്കളെ ശശി കൈപിടിച്ച് പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവന്നതെന്നാണ് അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞത്. മാർക്സിയൻ ദർശനം എഴുതിയത് പി കെ ശശിയാണ് പറയും കേട്ടോ, മനസ്സിലായില്ലേ? മാർക്സിയൻ ദർശനം എഴുതിയത് 1848 പി കെ ശശിയാണെന്ന് പറയാൻ മടിയില്ലാത്ത ഒരുത്തനാണ് ശശി. ഇവന്റെയൊക്കെ വാക്കുകൾക്ക് എന്ത് വിലയാണ്. ഞാൻ പറയണത്, നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നത് എനിക്കറിയാലോ. ഇതല്ലേ ഞാൻ അപ്പോഴും ഉത്തരം പറഞ്ഞത്. ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മളൊരു തെറ്റിന്റെ ഭാഗമായി പോകുന്നു. ഒന്ന് തിരുത്തി വാ. ഞാൻ പറഞ്ഞോട്ടെ, ആ അന്വേഷണത്തിന് മുകളിലാണ് നടപടി. ബ്രാഞ്ചിലേക്ക് നടത്തിയതിന്റെ ഒരു ഭാഗം മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഒരു ഭാഗം, ആദ്യത്തെ ഒരു ഭാഗം കേട്ടോ. അതിന്റെ ഒരു നടപടിയാണ് ഈ ബ്രാഞ്ച്. അതിലെ ഒരു ഭാഗം, ബാക്കി ഞാൻ പിന്നെ പറയാം. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞതിന് നിങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നത് അവര് മര്യാദകേടാ. മാധ്യമങ്ങൾ ഈ ചോദിച്ചതിനെ തന്നെ ചോദിച്ചു അങ്ങനെ അതായത് ഞാൻ പറഞ്ഞിരുന്നു, ഒരാൾ തെറ്റിലേക്ക് പോകുന്നു, ആ തെറ്റ് തിരുത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പാർട്ടി എല്ലാ കാലത്തും സ്വീകരിക്കുക. അതാണ് CPM ചെയ്യുക. അയാളെ തിരുത്തുമെന്ന പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഞങ്ങൾ ഇതുവരെ നോക്കിക്കണ്ടത്. ഇനി ഞാൻ നശിച്ചേ തീരൂ എന്ന് തോന്നിയാൽ ഇപ്പൊ അതല്ലേ സംഭവിച്ചത്. കൺവെൻഷൻ പങ്കെടുത്തത് നശിച്ചോട്ടെ. മറ്റൊരു കാര്യം കൊണ്ടുവരും, ഡിവൈഎഫ്ഐയുടെ യൂത്ത് സെന്ററിൽ അതൊക്കെ ഡിവൈഎഫ്ഐക്കാരോട് ഞാൻ ചോദിക്കട്ടെ, ചെറിയ ആരോപണമല്ല. നിങ്ങളാണല്ലോ ഇപ്പൊ മൂന്നാമത്തെ ചോദ്യം ചോദിച്ചത്. നിങ്ങളാണല്ലോ ചോദിച്ചത് മൂന്നാമത്തെ ചോദ്യം. ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു നിങ്ങളുടെ? സുരേഷ് ബാബു സ്പിരിറ്റ് കച്ചവടക്കാരനാണ്. ഇപ്പൊ അതിന് ഞാൻ ഉത്തരം പറഞ്ഞല്ലോ. ഇപ്പോ മൂന്നാമത്തെ ചോദ്യം എന്താ ചോദിച്ചത്?
യൂത്ത് സെന്ററിൽ കഞ്ചാവാണ്. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. ശശിക്ക് ഇപ്പോ ഒരുതരം വിഭ്രാന്തിയിലാണ്. കാരണം ഇതുവരെ എല്ലാം അനുഭവിച്ച് ഇങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ എത്തിയല്ലോ എന്നുള്ള വിഭ്രാന്തിയിൽ പലതും പറയും. ആ വിഭ്രാന്തിക്കൊക്കെ ഞാൻ ആൻസർ പറയേണ്ട കാര്യമുണ്ടാവും. എൻ സുരേഷ് ബാബു മാധ്യമങ്ങളെ കാണുകയായിരുന്നു. പി കെ ശശിയുടെ മനോവിഭ്രാന്തിക്ക് താൻ മറുപടി പറയേണ്ടതുണ്ടോ എന്നതാണ് എൻ സുരേഷ് ബാബു ചോദിക്കുന്നത്. തന്നെക്കുറിച്ച് ചിറ്റൂരിൽ അന്വേഷിക്കുക, എല്ലാം അറിയാൻ പറ്റും. അതുപോലെ തന്നെ പി കെ ശശിയെക്കുറിച്ച് മണ്ണാർക്കാട് പോയി അന്വേഷിച്ചാൽ മാധ്യമങ്ങൾക്കെല്ലാം വ്യക്തമാകും എന്നതാണ് പറയുന്നത്. ശശി ഒന്നിനും പറ്റാത്ത ഒരാളാണ് എന്ന് പറയുന്നു. അധിക്ഷേപകരമായി തന്നെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് സംസ്ഥാന സെക്രട്ടറി സംസാരിച്ചത്. തങ്ങളുടെ നേതാക്കളുടെ അടുക്കളയിൽ പണിയെടുത്തവർ എവിടെ സ്ഥാനാർത്ഥിയായാൽ എന്താണ് എന്ന് എൻ സുരേഷ് ബാബു ചോദിക്കുകയാണ്. പി കെ ശശിയെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് CPM പുറത്താക്കുകയും ചെയ്തിരിക്കുന്നു. നേരത്തെ തന്നെ പി കെ ശശി ഇതിനോട് പ്രതികരിച്ചിരുന്നു. പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നെങ്കിൽ പുറത്താക്കട്ടെ എന്നതായിരുന്നു വിമത കൺവെൻഷനിൽ പങ്കെടുത്തുകൊണ്ട് പി കെ ശശി പറഞ്ഞത്. എന്തായാലും പി കെ ശശി പാർട്ടിക്ക് പുറത്തായിരിക്കുകയാണ്. പി കെ ശശിയെ തള്ളിക്കളഞ്ഞുകൊണ്ട് എൻ സുരേഷ് ബാബു രംഗത്ത് വരുന്നു. ഉയർന്ന ആരോപണങ്ങൾക്ക് മറുപടി നൽകുന്നു. ഓക്കെ, CV അനുമോദും VV അരുണും വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം അനുമോദിലേക്ക് പോവുകയാണ്. അനുമോദ്, പി കെ ശശിയെ CPMന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. വിമത കൺവെൻഷനിൽ പങ്കെടുത്തതിന് പിന്നാലെയാണ് പുറത്താക്കൽ വരുന്നത്. എൻ സുരേഷ് ബാബു ആ കൺവെൻഷനിൽ പി കെ ശശി പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടിയും നൽകിയിരിക്കുന്നു. തങ്ങളുടെ പാർട്ടി നേതാക്കളുടെ അടുക്കളയിൽ പണിയെടുത്തവർ എവിടെ മത്സരിച്ചാൽ എന്ത് സംഭവിക്കാൻ എന്നൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. മാത്രവുമല്ല, ഈ രീതിയിലുള്ള വിഭ്രാന്തി ഉള്ളവർക്ക് മറുപടി പറയാൻ താനില്ല എന്നുകൂടി എൻ സുരേഷ് ബാബു പറഞ്ഞിരിക്കുകയാണ്. ഇനി പി കെ ശശിയുടെ പോക്ക് എങ്ങോട്ടാണ്? ഇന്ന് കൺവെൻഷനിൽ പി കെ ശശി സംസാരിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് പി കെ ശശിയുടെ ഇനിയുള്ള ലക്ഷ്യങ്ങൾ? രേണുക, പി കെ ശശി തീരുമാനിച്ചുറപ്പിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇത്തരത്തിലൊരു കൺവെൻഷനിൽ പങ്കെടുക്കുമ്പോൾ തന്നെ നടപടി ഉണ്ടാകുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചിരുന്നു. നേരത്തെ തന്നെ പലവട്ടം അദ്ദേഹത്തിന് നടപടി സാധ്യത ഉണ്ടായിരുന്നെങ്കിലും അന്നൊന്നും പാർട്ടി നടപടിയെടുത്തിരുന്നില്ല. പക്ഷേ ഇന്ന് അദ്ദേഹത്തിന്റെ കൺവെൻഷനിലെ പ്രസംഗത്തിന് ശേഷം, അതായത് നിലവിലെ ജില്ലാ സെക്രട്ടറിയെ തുറന്നടിച്ചുകൊണ്ടുള്ള അധിക്ഷേപിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് ശേഷം മണിക്കൂറുകൾക്കകം, മണിക്കൂർ എന്ന് പറയാൻ കഴിയും, നിമിഷങ്ങൾക്കകം തന്നെ അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തിരിക്കുന്നു. അദ്ദേഹം പുറത്താക്കിയിരിക്കുന്നു. ഇതിനെക്കുറിച്ച് അദ്ദേഹം അല്പസമയം പ്രതികരിച്ചത് ഇത് പ്രതീക്ഷിച്ചിരുന്നതാണ് എന്ന് തന്നെയാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ്. ജനങ്ങൾക്കൊപ്പം തുടരും. UDFന്റെ ഭാഗമാകുമോ ഇല്ലയോ എന്നൊന്നും ഇപ്പോൾ പറയാനാകില്ല. പക്ഷേ ജനങ്ങൾക്കൊപ്പം തുടരുന്ന സാഹചര്യം തന്നെയാണുള്ളത്. ജില്ലയിലെ പാർട്ടി ചില മാഫിയകളുടെ കയ്യിലാണ്. അവരാണ് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒപ്പം തന്നെ ജില്ലാ സെക്രട്ടറിക്കെതിരെ വലിയ വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചത്. സ്പിരിറ്റ് കച്ചവടക്കാരൻ എന്ന പ്രയോഗമാണ് അദ്ദേഹം നടത്തിയത്. അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നതിൽ താൻ ഖേദിക്കുന്നു, താൻ പശ്ചാത്തലപ്പിക്കുന്നു, താൻ ചെയ്തൊരു തെറ്റാണതെന്ന് പറഞ്ഞ അദ്ദേഹം എൻ സുരേഷ് ബാബുവിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് നടത്തിയത്. എന്നാണെങ്കിലും അതിന് നിമിഷങ്ങൾക്കകം തന്നെ അദ്ദേഹം ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായുള്ള തീരുമാനം വരുന്നു. അതിനോട് പ്രതികരിച്ചത് ഇത് തീരുമാനിച്ചത് തന്നെയാണ്, അത് ജനങ്ങൾക്കൊപ്പം തുടരും. സുരേഷ് ബാബു എന്നെ പറ്റി എൻ്റെ നാട്ടുകാരോട് ചോദിച്ചാൽ അറിയാം എന്ന ഒരു മറുപടി കൂടിയാണ് അദ്ദേഹം ഈ വിമർശനങ്ങൾക്കായി നൽകിയിട്ടുള്ളത്. എന്നാണെങ്കിലും അദ്ദേഹം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഒപ്പം തന്നെ ജില്ലയിലെ ഇടതുപക്ഷത്തിലുള്ളവരുടെ വിമത ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ പി കെ ശശി ഉള്ളത്. വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ UDFുമായി ഐക്യപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തുകയും തീരുമാനമെടുക്കുകയും UDFന്റെ സ്ഥാനാർത്ഥിയാകാനുള്ള നീക്കങ്ങൾ ഉണ്ടാകും എന്നത് ഏറെക്കുറെ ഉറപ്പിക്കുന്ന ദിവസം കൂടിയാണ് ഇന്ന്. ഞാൻ അനുമോദിലേക്ക് തിരിച്ചെത്താം. BV അരുൺ ഇപ്പോൾ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, പി കെ ശശി പറഞ്ഞ ഓരോ കാര്യങ്ങൾക്കും എൻ സുരേഷ് ബാബു മറുപടി നൽകിയിട്ടുണ്ട്. ആദ്യം പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ പി കെ ശശിയെ പുറത്താക്കുന്നു. അതിനുശേഷം ഓരോ ആരോപണങ്ങൾക്കും മറുപടി പറയുന്നുണ്ട്. കടുത്ത ഭാഷയിൽ, ശശി ഉപയോഗിച്ചതിനേക്കാൾ കൂടുതൽ കടുത്ത ഭാഷയിലാണ് എൻ സുരേഷ് ബാബു മറുപടി പറയുന്നത് എന്നതുകൂടി കാണാം. പാർട്ടിയുടെ പൊതുവെയുള്ള നിലപാട് തന്നെയാണോ ഈ വിഷയത്തിൽ എൻ സുരേഷ് ബാബു പറഞ്ഞത്? തീർച്ചയായിട്ടും CPM സംസ്ഥാന സമിതിക്ക് ശേഷമാണ് ഇത്തരമൊരു പ്രതികരണം CPM ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു നടത്തിയത്. കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്, അത് പാലക്കാട് പറയാമെന്ന് മുതിർന്ന CPM നേതാവ് കൂടി AK ബാലൻ, അദ്ദേഹം പാലക്കാട് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്, അദ്ദേഹത്തിൽ നിന്നും പ്രതികരണമുണ്ടായത്. CPM ഇനിയും ശശിക്ക് മറുപടി പറയും. കാരണം ശശി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു. സുരേഷ് ബാബുവിന്റെ അതിരൂക്ഷമായ വിമർശനമാണ് ശശിക്കെതിരെ മാത്രമല്ല VS അച്യുതാനന്ദന്റെ മുൻ പേഴ്സണൽ അസിസ്റ്റന്റ് A സുരേഷിനെതിരെയും പരോക്ഷ വിമർശനം
ഈ സുരേഷ് ബാബുവിന്റെ ഭാഗത്ത് ഉണ്ടായി. ഞങ്ങളുടെ നേതാക്കളുടെ അടുക്കളയിൽ നിന്നവരും അവർക്ക് കുടപിടിച്ചവരുമൊക്കെ ഇപ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളാവുകയാണ്. ശശിയുടെ തീവ്രത CPI നേതാക്കൾ അളന്നുവെന്നാണ് നേരത്തെ നിങ്ങൾ പറഞ്ഞത്. നേരത്തെ AK ബാലനും PK ശ്രീമതിയും അംഗങ്ങളായ കമ്മീഷനാണ് PK ശശിക്കെതിരെ ഉയർന്ന ലൈംഗിക ആരോപണ പരാതി അന്വേഷിച്ച് കുറ്റക്കാരന് കണ്ടെത്തിയത്. ശശിയെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് 2018 പുറത്താക്കുകയും ചെയ്തു. പിന്നീട് വീണ്ടും ശശി പാർട്ടിയിൽ തിരിച്ചു വന്ന ശശി പാർട്ടി ശക്തനാവുകയായിരുന്നു. അതിനുശേഷമാണ് CPM നേതൃത്വവുമായി വീണ്ടും ശശി അകലുന്നത്. ഇപ്പോൾ ഏതായാലും കോൺഗ്രസ് പാളയത്തിൽ PK ശശി എത്തിയിരിക്കുന്നു. വിമത കൺവെൻഷനിലൂടെ ശശിയുടെ യാത്ര UDFന്റെ പിന്തുണ സ്ഥാനാർത്ഥിയായിട്ടോ അല്ലെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടോ ആകുമെന്ന് ഏറെക്കുറെ ഉറപ്പിക്കാം. ആ സാഹചര്യത്തിലാണ് CPM നേതാക്കൾ ഇപ്പോൾ വിമർശനങ്ങൾ കടുപ്പിക്കുന്നത്. അതിരൂക്ഷമായ നിശിതമായ വിമർശനമാണ് PK ശശിക്കെതിരെ CPMന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. ഏതായാലും തനിക്കെതിരായ ആരോപണങ്ങളെല്ലാം തള്ളിക്കളയുകയാണ് സുരേഷ് ബാബു. സംസാരിക്കുമ്പോൾ കടുത്ത ഭാഷ ഉപയോഗിച്ച് PK ശശിയെ പൂർണ്ണമായും തള്ളി പറയുന്നു. ഒരുപക്ഷെ ഒരു അധിക്ഷേപത്തിന്റെ തരത്തിൽ പോലും അദ്ദേഹത്തിന്റെ വാക്കുകൾ വരുന്നു എന്ന് നമുക്ക് കാണാം. പക്ഷേ അപ്പോൾ പോലും PK ശശിക്ക് അദ്ദേഹം ഉദ്ദേശിക്കുന്ന സമയം വരെ KTDC ചെയർമാൻ സ്ഥാനത്ത് തുടരാനുള്ള അനുവാദം നൽകി. അത് അദ്ദേഹം രാജിവെച്ചൊഴിയുകയായിരുന്നു. ഇന്ന് വിമത യോഗത്തിൽ പങ്കെടുക്കുമെന്നുള്ളത് ഇന്നലെ തന്നെ വ്യക്തമായിരുന്നു. ഇന്ന് യോഗത്തിലെത്തി പറയാനുള്ളത് മുഴുവൻ ഈ പാർട്ടി അംഗമായിരുന്നു കൊണ്ട് പറഞ്ഞതിന് ശേഷമാണ് ഒരു നടപടി വരുന്നത്. സാധാരണ CPM ഈ നിലപാടാണോ ഈ കാര്യങ്ങളിലൊക്കെ സ്വീകരിക്കുന്നത്? അപ്പോൾ PK ശശിക്ക് മാക്സിമം സമയം CPM ഇന്നും അനുവദിച്ചില്ല. അങ്ങനെ ഒരു ഉദാരപൂർണമായ ഒരു സമീപനം സ്വീകരിച്ചില്ലേ? ശശിക്കെതിരെ CPM സ്വീകരിച്ച ഒരു നിലപാട് ശശിയെ നടപടിയെടുത്ത് പുറത്താക്കേണ്ട, പുറത്തു പോകുമെന്ന് ഏറെക്കുറെ CPMന് ഉറപ്പായിരുന്നു. അങ്ങനെ പുറത്തു പോകുന്നെങ്കിൽ പൊക്കോട്ടെ, അതിന് പകരം നടപടിയെടുത്ത് പുറത്താക്കേണ്ട എന്നൊരു നിലപാട് CPM ആദ്യഘട്ടം മുതൽ PK ശശിയുടെ വിഷയത്തിൽ സ്വീകരിച്ചിരുന്നു. കോൺഗ്രസ് PK ശശിയെ സ്ഥാനാർത്ഥിയാക്കാനും ശശിയുമായി ബന്ധം സ്ഥാപിക്കാനും ശ്രമിക്കുമ്പോൾ അങ്ങനെ ഒരാളെ കൊണ്ട് അവിടെ കൊടുക്കേണ്ട എന്നൊരു നിലപാടാണ് CPM ശശിയുടെ കാര്യത്തിൽ സ്വീകരിച്ചത്. ശശി പാർട്ടിയിലേക്ക് മടങ്ങി വരാനുള്ള ശ്രമങ്ങളൊക്കെ CPM നടത്തിയിരുന്നു. പക്ഷേ അപ്പോഴും പല ആവശ്യങ്ങളും ശശിയുടെ ആവശ്യങ്ങളോട് ചേർന്ന് പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് ശശിക്ക് നടപടിയെടുക്കാതെ പുറത്തേക്ക് പോകട്ടെ എന്നൊരു നിലപാടിലേക്ക് CPM പോയത്. ഏതായാലും അതുണ്ടായില്ല. പാർട്ടി അംഗം എന്ന നിലയിൽ തന്നെ CPM ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർക്ക് അത് രൂക്ഷ വിമർശനം, ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് PK ശശി ഇപ്പോൾ പാർട്ടി അംഗത്തിന് പുറത്താകുന്നത്. സ്വാഭാവികമായും CPM പുറത്താക്കിയില്ലായിരുന്നുവെങ്കിലും ശശി അംഗത്വം രാജിവെച്ചതിനെ KTDC ചെയർമാൻ സ്ഥാനം അദ്ദേഹം രാജിവെച്ചത് അങ്ങനെയാണ്. പക്ഷേ ശശിക്കെതിരെ ഇനിയൊരു വിട്ടുവീഴ്ച നിലപാട് വേണമെന്ന നിലപാടിലേക്ക് CPM എത്തുകയാണ്. ശശിയുടെ ആരോപണങ്ങൾക്ക് ഇപ്പോൾ മറുപടി പറഞ്ഞു. കൂടുതൽ രൂക്ഷമായ വിമർശനങ്ങളുമായി CPI നേതാക്കൾ രംഗത്തെത്തുമെന്ന് ഉറപ്പാണ്. AK ബാലൻ പാലക്കാട് വെച്ച് കാണാമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നു. മണ്ണാർക്കാട് പോയി ശശിയെ അന്വേഷിക്കട്ടെ, ഒരു സൈക്കിൾ പോലും ഇല്ലാതെ പാർട്ടിയിലേക്ക് വന്നയാളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശശി ഒരു നിർമ്മാണ തൊഴിലാളികളുടെ ചുവട്ട് തൊഴിലാളികളുടെ അവർക്ക് ഒരു കോൺട്രാക്ടർ അവർക്ക് നൽകിയ ജീപ്പ് തട്ടിയെടുത്തു തരുന്ന ആരോപണങ്ങൾ അടക്കം ഉന്നയിച്ചുകൊണ്ട് അതിന്റെ ഒരു ഭാഗം മാത്രമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് ശശിക്കെതിരെ ഇനിയും തെളിവുകൾ തന്റെ പക്കലുണ്ട്. പാർട്ടി അന്വേഷണ കാര്യങ്ങൾക്കൊക്കെ തെളിവുകൾ പക്കലുണ്ട്. അത് വരും ദിവസങ്ങളിൽ പുറത്തുവിടുമെന്ന ഒരു വെല്ലുവിളി കൂടിയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. മാത്രമല്ല ശശിക്കെതിരെയുള്ള ആരോപണങ്ങൾക്കൊക്കെ ഇനി കോൺഗ്രസ് നേതൃത്വം കൂടി മറുപടി പറയട്ടെ എന്ന ഒരു നിലപാട് കൂടി ഇപ്പോൾ CPM സ്വീകരിക്കുകയാണ്. അതാണ് നേരത്തെ പറഞ്ഞ തീവ്രത. AK ബാലൻ PK ശ്രീമതി കമ്മീഷനാണ് ശശിക്കെതിരായ ലൈംഗിക പീഡന പരാതി അന്വേഷിച്ചത്. തീവ്രത കുറഞ്ഞ ആരോപണമാണെന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും കോൺഗ്രസും BJPയും ഒക്കെ ആ വിഷയത്തിൽ CPMനെതിരെ രംഗത്ത് വരാറുണ്ട്. ഇനി ആ തീവ്രത അടക്കേണ്ടത് സതീശനാകട്ടെ എന്ന നിലപാടാണ് ഇപ്പോൾ CPM സ്വീകരിക്കുന്നത്. അതായത് ഇനി ശശിക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് കോൺഗ്രസ് കൂടി മറുപടി പറയണമെന്ന ആവശ്യമാണ് ഇപ്പോൾ CPM മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം PK ശശി എന്ന പാലക്കാട്ടെ ഏറ്റവും ശക്തനായ നേതാക്കളിൽ ഒരാളായിരുന്ന ശശിയെ CPM ഇപ്പോൾ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. ശശി കോൺഗ്രസ് ക്യാമ്പിലേക്ക് എന്ന് CPM ഉറപ്പിക്കുന്നു. അതിന്റെ ഭാഗമായി കൂടിയാണ് ഈ നടപടി ഇപ്പോൾ വന്നിരിക്കുന്നത്. തീർച്ചയായും എന്തായാലും PK ശശിയെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ് CPM. PK ശശിക്ക് അതേ ഭാഷയിൽ തന്നെ CPM ജില്ലാ സെക്രട്ടറി മറുപടി പറയുന്നു. കൂടുതൽ കാര്യങ്ങൾ പാലക്കാട്ടെത്തി പറയാമെന്ന് പറയുമ്പോൾ PK ശശിക്കെതിരെ കൂടുതൽ തെളിവുകളോ ആരോപണങ്ങളോ ഒക്കെ CPMന്റെ ഭാഗത്തു നിന്ന് ഇനിയും ഉണ്ടാകുമെന്നതിന്റെ സൂചനകൾ കൂടിയാണ് വരുന്നത്. PK ശശി എന്തായാലും പാർട്ടിക്ക് പുറത്തായിരിക്കുന്നു. CV അനുമോദ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അനുമോദ്, PK ശശിയെ സംബന്ധിച്ചത് പ്രതീക്ഷിച്ചിരുന്ന തീരുമാനം തന്നെയാണ്. എന്താണ് തന്റെ വഴി എന്നത് നേരത്തെ തന്നെ PK ശശി ആലോചിച്ചുറപ്പിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഇന്ന് വിമത കൺവെൻഷനിൽ ഉൾപ്പെടെ പങ്കെടുത്തത്. പക്ഷേ ഇവിടെ EN സുരേഷ് ബാബു ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം, തീവ്രതയെക്കുറിച്ച് കുറ്റം പറഞ്ഞവർ ഇനി തീവ്രത അളക്കട്ടെ എന്ന ഒരു പരാമർശം EN സുരേഷ് ബാബുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്ന് നമ്മൾ കാണണം. കോൺഗ്രസിന്റെ നീക്കം എന്താണ്? അവിടെ കോൺഗ്രസ് പിന്തുണയോടുകൂടി ശശി സ്ഥാനാർത്ഥിയാകുകയാണ് എങ്കിൽ അത് UDFന്
പറഞ്ഞു നിൽക്കാൻ, വാദിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരിക്കുമോ ഇപ്പോൾ തന്നെ ഈ തീവ്രത അളർന്ന വിഷയമൊക്കെ ചൂണ്ടിക്കാട്ടുന്നത്? എന്താണ് തെരഞ്ഞെടുപ്പിൽ വരികയാണ് എങ്കിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്നതിന്റെ സൂചനയാണ് CPM നൽകുന്നത്? രേണുക, PK ശശി തന്നെ പാർട്ടി പുറത്താക്കി ഒരു രക്തസാക്ഷി പരിവേഷത്തോടെ LDF-ൽ നിന്നിറങ്ങി UDF-ലേക്ക് പ്രവേശിക്കാം അല്ലെങ്കിൽ UDF-നൊപ്പം ചേരാമെന്നൊരു തീരുമാനത്തിലായിരുന്നു. അത് ഏതാണ്ട് ഇന്നത്തെ കൺവെൻഷനോടെ അത്തരത്തിൽ തന്നെ ആയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇവിടെ പ്രധാനമായിട്ടും ഇനി ഉയരാൻ പോകുന്നത് കോൺഗ്രസിനെ നേരിടാൻ പോകുന്ന ഒരു വെല്ലുവിളിയാണ്. നേരത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ഏറെ പ്രതിരോധത്തിലായ കോൺഗ്രസ് ആണ് ഇനി PK ശശി ഒപ്പം കൂട്ടി നേരത്തെ ഉണ്ടായിരുന്ന തീവ്രത വിവാദങ്ങൾ വീണ്ടും ചർച്ച ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും അധികം മറുപടി പറയേണ്ടി വരിക ഇത്തരത്തിലുള്ള നിലപാടുകൾ ഉള്ളവരെയാണ് കോൺഗ്രസ് ഒപ്പം കൂട്ടുന്നത് എന്ന ആരോപണത്തെയായിരിക്കും. ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടവും PK ശശിയും എന്ന തരത്തിലുള്ള പ്രചാരണം അത് ഇടതുപക്ഷം വലിയ തോതിൽ തന്നെ ഇവിടെ അഴിച്ചുവിടുകയും അത് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുമെന്നതിന്റെ സൂചന തന്നെയാണ് ആദ്യ ദിവസം തന്നെ തീവ്രതയെക്കുറിച്ചുള്ള EN സുരേഷ് ബാബുവിന്റെ പരാമർശം എന്ന് വളരെ വ്യക്തമാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് PK ശശിയെ ഒപ്പം കൂട്ടുമ്പോൾ ഒരുപക്ഷെ പാലക്കാട് ജില്ലയിലെ മണ്ഡലങ്ങളിൽ മാത്രമല്ല ഇടതുപക്ഷം സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും ഈ വിഷയം വലിയ തോതിൽ തന്നെ ചർച്ചയാക്കും. അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്ത സാഹചര്യങ്ങൾ, ആ കേസ്, അതിന്റെ കാര്യങ്ങൾ തുടങ്ങിയ ഇതുവരെ ഇടതുപക്ഷം പ്രതിരോധിച്ചിരുന്ന അല്ലെങ്കിൽ നിശബ്ദമായിരുന്ന ആ കാര്യങ്ങളിൽ ഇനി ഇടതുപക്ഷം ശശിക്കെതിരെ അത് പരസ്യമായ ആയുധമാക്കും. അത് കോൺഗ്രസിനെ ഏത്തരത്തിൽ പ്രതിരോധത്തിലാക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. എന്താണെങ്കിലും PK ശശി അനുമോദ്, നമുക്ക് കിട്ടുന്ന സൂചനകൾ എന്താണ്? അങ്ങനെ ഒരു റിസ്ക് ഈ ഘട്ടത്തിൽ UDF എടുക്കാനുള്ള സാഹചര്യമുണ്ടോ? കോൺഗ്രസ് എന്ത് നീക്കമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്? ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്നാൽ പോലും, അതിന് പിന്തുണച്ചാൽ പോലും ഈ ആരോപണങ്ങൾ മുഴുവൻ പേരേണ്ടുന്ന ഒരു സാഹചര്യം UDF-നെ സംബന്ധിച്ചുണ്ടാകും. ഈ 140 മണ്ഡലങ്ങളിലും ഈ വിഷയം ചർച്ചയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തിയിട്ട് PK ശശിയോട് ഈ ഒരു സമീപനം സ്വീകരിച്ചാൽ അതും വലിയ രീതിയിൽ ചർച്ചയാകും. പാർട്ടിക്കുള്ളിൽ തന്നെ ഭിന്നതകൾക്ക് ഇട നൽകും. ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു വലിയ തലവേദന 140 മണ്ഡലങ്ങളിലും പേറാൻ PK ശശിയുടെ പേരിൽ കോൺഗ്രസോ UDF-ഓ തയ്യാറാകുമോ? പ്രധാനപ്പെട്ട കാര്യം തന്നെയാണത്. ഇതിൽ ഏറ്റവും പ്രധാനം ശശി ഒറ്റയ്ക്കല്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിനൊപ്പം ഇപ്പോൾ ഇടതുപക്ഷത്തിലെ ഒരു വലിയ വിഭാഗം ഉണ്ട് എന്നതിന്റെ ഒരു സൂചന കൂടിയാണ് ഇന്നത്തെ കൺവെൻഷൻ. അതുകൊണ്ട് തന്നെ PK ശശി ഒറ്റയ്ക്കായിട്ടല്ല ഇവിടെ തീരുമാനങ്ങൾ ഇടതുപക്ഷം എടുക്കുകയുണ്ടാവുക. പാലക്കാട് ജില്ലയിലെ പല മണ്ഡലങ്ങളും സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു കൂട്ടായ്മ എന്ന തരത്തിലായിരിക്കും ഇതിന്റെ പ്രവർത്തനം. മറുവശത്ത് ഈ ഒരു വിഷയത്തിൽ നിലവിൽ തന്നെ കോൺഗ്രസിൽ ഒറ്റപ്പാലത്ത് PK ശശിയെ പരിഗണിക്കുന്നതിനെതിരെ വലിയൊരു പ്രതിഷേധമുണ്ട്, മുറുമുറുപ്പുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിലെ ഒരു വിഭാഗം ഇതിനെ വലിയ തോതിൽ തന്നെ എതിർക്കുമെന്ന കാര്യവും വ്യക്തമാണ്. പക്ഷെ അത് പ്രതിരോധിക്കാൻ ഉള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഒരു ഘട്ടത്തിൽ, ഒരു കാലത്ത് CPM തന്നെ കുറ്റവിമുക്തനാക്കിയ ആൾക്കെതിരെ അവർ ഇല്ല എന്ന് പറഞ്ഞ കുറ്റം വീണ്ടും ചുമത്താൻ പോകുന്നു എന്ന തരത്തിലൊരു വിശദീകരണമോ അത്തരത്തിലുള്ള ഒരു മറുപടിയോ ഒക്കെ ആയിരിക്കും. എന്തിനാണെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ച് അത്ര എളുപ്പമല്ല ഈ ഒരു സാഹചര്യം. ഒരു വശത്ത് PK ശശിയുടെ സ്വാധീനം ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗപ്പെടുത്തുകയും വേണം. അതോടൊപ്പം തന്നെ PK ശശിക്കെതിരെ ഉയരുന്ന ഇത്തരത്തിലുള്ള ആരോപണങ്ങളെ പ്രതിരോധിക്കുകയും വേണം. പാലക്കാട് കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ ഒരു വിഷയത്തിൽ അവരുടെ പ്രതിരോധിക്കാനുള്ള ആ പ്രവർത്തനങ്ങൾ, അത് രാഹുൽ മാങ്കൂട്ടം വിഷയമാകട്ടെ, ഇനി PK ശശി വരുമ്പോൾ ആ വിഷയമാകട്ടെ, എന്നാണെങ്കിലും തെരഞ്ഞെടുപ്പിൽ അവരെ പ്രതിരോധത്തിലാക്കുന്ന സാഹചര്യങ്ങൾ തീർച്ചയായും UDF-നെയും കോൺഗ്രസിനെയും പ്രതിരോധത്തിലാക്കുന്ന വിഷയമാണ്. അതിൽ അവർ എങ്ങനെ നിലപാട് സ്വീകരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. VV അരുണിലേക്ക് ഒരിക്കൽ കൂടി പോയാൽ, അരുൺ നോക്കൂ, MLA-മാർ രാജിവെച്ച് BJP-യിൽ ചേരുന്നു എന്ന ഒരു സാഹചര്യം CPM അഭിമുഖീകരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ്. അതുമാത്രവുമല്ല, സ്ഥാനാർത്ഥി നിർണയം പൂർണ്ണമായിട്ടില്ല എങ്കിൽ പോലും ചർച്ചകൾ നടക്കുമ്പോൾ പോലും വലിയ രീതിയിലുള്ള എതിർപ്പുകൾ പാർട്ടിയുടെ ഏറ്റവും ശക്തി കേന്ദ്രമായ കണ്ണൂരിൽ നിന്ന് ഉയരുകയാണ്. അത് സ്ഥാനാർത്ഥികളെ പരിഗണിക്കുന്ന വിഷയത്തിലും സ്ഥാനാർത്ഥികളെ ഡിപ്ലോയ് ചെയ്യുന്ന വിഷയത്തിലും ഒക്കെ ആ രീതിയിൽ എതിർപ്പുയരുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ്. ആലപ്പുഴയിലേക്ക് വന്നാൽ അവിടെ G സുധാകരൻ വലിയ വെല്ലുവിളി ഉയർത്തി ഈ സാഹചര്യം പ്രയോജനപ്പെടുത്തി രംഗത്ത് വരുന്നത് നമ്മൾ കാണുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പാലക്കാട് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നത്, വിമത നീക്കങ്ങൾ സംഭവിക്കുന്നത്. അവിടെ 2 മണ്ഡലത്തിലെങ്കിലും പാർട്ടിക്കൊപ്പം നിന്നവർ വിമത സ്ഥാനാർത്ഥികളായി വരുന്ന ഒരു സാഹചര്യം മുന്നിൽ കാണുന്നത്. അപ്പോൾ CPM LDF വലിയ ഒരു വെല്ലുവിളിയെ നേരിടാൻ പോവുകയാണോ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പല ജില്ലകളിലും?
പാലക്കാട് നേരത്തെയുള്ള സംഘടനാ പ്രശ്നങ്ങളാണ്. പി കെ ശശി CPM നേരത്തെ തെറ്റിപ്പിരിഞ്ഞ ആളാണ്, പാർട്ടിയിൽ നിന്ന് പുറത്തു പോയില്ല എന്ന് മാത്രമാണ്. ഒരു സാങ്കേതിക നടപടിക്രമത്തിന്റെ ഭാഗം മാത്രമായിരുന്നു അവിടെ ബാക്കിയുണ്ടായിരുന്നത്. കൊഴിഞ്ഞാമ്പാറയിലെ വിമതശല്യമുണ്ട്, അത് അത്ര ചെറുതല്ലാത്ത ഒരു വിഷയമാണ് CPMന് അതിന് തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഉണ്ടാക്കിയത്. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല. മണ്ണാർക്കാട് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശശി ഇടഞ്ഞു നിന്നിട്ടും ഒന്നും സംഭവിച്ചില്ല എന്നാണ് CPMന്റെ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് CPMന്റെ വിശദീകരണം. അതുകൊണ്ട് തന്നെ ശശി കോൺഗ്രസിലേക്ക് പോയാലും ഷൊർണൂരായാലും ഒറ്റപ്പാലമായാലും ഒന്നും സംഭവിക്കാനില്ല എന്ന് CPM പറയുന്നു. പക്ഷേ ഈ CPMന്റെ സ്ഥാനാർത്ഥി പട്ടികയ്ക്കെതിരെയോ അല്ലെങ്കിൽ CPM നിശ്ചയിച്ച സ്ഥാനാർത്ഥികൾക്കെതിരെയോ എതിർപ്പ് പ്രാദേശികമായി ഉയരുന്നത് അടുത്തിടെ അതൊരു പുതിയ സംഭവമല്ല. 2006 VSന്റെ കാലത്ത് തുടങ്ങി ഇങ്ങോട്ട് വന്നാൽ പലപ്പോഴും കഴിഞ്ഞ തവണ ഉൾപ്പെടെ സ്ഥാനാർത്ഥി പട്ടികയ്ക്കെതിരെ പരസ്യ പ്രതിഷേധ പ്രകടനങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പാലക്കാട് CPMന് കുറച്ചുകൂടി സങ്കീർണമായ സ്ഥിതിയുണ്ട്. അത് ശശി മാത്രമല്ല, ഒരു വിഭാഗം പ്രവർത്തകർ നേതൃത്വവുമായി ഇടഞ്ഞ വിമത ശല്യമായും ഒരു കൂട്ടായ്മയും ഒക്കെ മാറുന്നുണ്ട്. അത് CPMന് വെല്ലുവിളി ഉണ്ടാക്കുന്ന സാധ്യതയുണ്ട്. പാലക്കാട് വലിയ ഒരു ഭൂരിപക്ഷത്തോട് CPM വിജയിക്കുന്ന ജില്ലയാണ്. അവിടെ ഇത്തവണയും ആ ഒരു മേധാവിത്വം നിലനിർത്തിയേ മതിയാകൂ CPMന്. തുടർഭരണം എന്ന വലിയ സ്വപ്നത്തിലേക്ക്, തുടർച്ച എന്ന വലിയൊരു സ്വപ്നത്തിലേക്ക് പോകുമ്പോൾ പാലക്കാട്ടെ ഏതെങ്കിലും തിരിച്ചടി സീറ്റ് കണക്കുകളുടെ കാര്യത്തിലുണ്ടായാൽ CPMന് അത് ഭരണത്തിലേക്കുള്ള വഴി ഒട്ടും എളുപ്പമാകില്ല എന്ന് മാത്രമല്ല അതിൻ്റെ ആയാസം കൂട്ടുകയും ചെയ്യും. അതുകൊണ്ട് അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തന്നെ മുന്നോട്ട് പോകാനാകും CPM ശ്രമിക്കുക. ശശി പാർട്ടിക്ക് പുറത്തേക്ക് പോകുമെന്ന് CPM വളരെ നേരത്തെ കണക്ക് കൂട്ടിയാണ്. പക്ഷേ ആ ടൈമിംഗ് ആണ്. ഇപ്പോൾ ജി സുധാകരൻ CPMനെതിരെ നിലപാടെടുക്കുന്നു, അംഗത്വം പുതുക്കില്ല എന്ന പുതുക്കാതെ പിണങ്ങി നിൽക്കുന്നതും അതുപോലെ തന്നെ പി കെ ശശി തുറന്നടിച്ചുകൊണ്ട് പോകുന്നതുമൊക്കെ വളരെ കൃത്യമായ ടൈമിംഗ് ആണ്. അത് CPMന് അത്ര എളുപ്പമൊന്നും അംഗീകരിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അത്ര ഈ പ്രശ്നമൊന്നുമില്ലെന്ന് പറയുമ്പോഴും അങ്ങനെ അത്ര എളുപ്പത്തിൽ പറഞ്ഞു മാറാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല. പാലക്കാട് ഉണ്ടാകുന്ന ഏതൊരു വീഴ്ചയും CPMനെ വലിയ രീതിയിൽ ബാധിക്കുമെന്ന് ഉറപ്പാണ്. കാരണം പി കെ ശശിയുടെ ഈ വിഷയം CPMന് വലിയ ഭൂരിപക്ഷം ഉണ്ടാകേണ്ട സ്ഥലങ്ങളിൽ ഒരുപക്ഷെ CPM ഭൂരിപക്ഷം കുറയ്ക്കാനോ അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ അത് നമുക്കറിയാം ഒരു തുടർച്ചയായ 10 വർഷം ഭരിക്കുന്ന ഒരു സർക്കാരാണ്. അതിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരമൊക്കെ ഉണ്ടാകാം. അതിനൊപ്പം ഇത്തരത്തിൽ പ്രാദേശിക വിഷയങ്ങൾ കൂടി വന്നാൽ ചെറിയ വോട്ടിന് പോലും മാറിപ്പോകുന്ന മണ്ഡലങ്ങളുണ്ടെങ്കിൽ അവിടെയൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ടാകാം. അതുകൊണ്ട് പി കെ ശശി പാർട്ടി വിട്ടു പോകുന്ന പ്രത്യേകിച്ച് മണ്ണാർക്കാട് മേഖലയിലും ഷൊർണൂരും ഒക്കെ CPMന് അത്രയധികം പ്രവർത്തകരുമായി ബന്ധമുള്ള നേതാവ് തന്നെയാണ് ശശി. അത് തീർത്തും ചെറിയൊരു പ്രശ്നമായി CPMന് കാണാൻ കഴിയുന്ന കാര്യമല്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. തീർച്ചയായും വലിയ പ്രതിസന്ധികൾ തന്നെ ഈ ഇടങ്ങളിലൊക്കെ CPMനെ കാത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ പി കെ ശശിയുടെ ഏറ്റവും പുതിയ പ്രതികരണം വരുന്നു. പ്രതീക്ഷിച്ചിരുന്നാണ് പാർട്ടി നടപടി എന്നതാണ് പി കെ ശശി പറയുന്നത്. അതിന് പാർട്ടിക്ക് അധികാരമുണ്ട് എന്ന കാര്യം കൂടി പറയുന്നു. ഒപ്പം രൂക്ഷമായ ഭാഷയിൽ വിമർശനങ്ങൾ തുടരുക കൂടിയാണ് പി കെ ശശി ചെയ്യുന്നത്. ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ വിഷമമുണ്ടാകും, പക്ഷേ ഈ കള്ളന്മാരെ ജനങ്ങൾക്ക് മുൻപിൽ തുറന്നു കാട്ടുക തന്നെ ചെയ്യും എന്നും പി കെ ശശി പ്രതികരിക്കുന്നു. പി കെ ശശിയുടെ പ്രതികരണം കാണാം. പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള അധികാരം അവരുടെ കയ്യിലാണ് ഈ സംവിധാനം എന്നുള്ളതുകൊണ്ട് അവർക്ക് പുറത്താക്കാനുള്ള സമ്പൂർണ്ണമായ അധികാരം അവർക്കുണ്ട്. ഇതെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ. കാരണം സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മളൊരു കൺവെൻഷൻ വിളിച്ചു കൂട്ടുന്നു, കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നു. ആ കൺവെൻഷൻ വിളിക്കുന്ന സഖാക്കളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം അവരെളുപ്പത്തിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള മാർഗം ചെയ്യുക. ഈ ആളെങ്ങ് പുറത്താക്കിയാൽ മതി. ഈ ഒരാളെ പുറത്താക്കിയത് കൊണ്ട് അവരൊന്നും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഒരിക്കലും പരിഹാരം ഉണ്ടാവില്ല. പി കെ ശശിയുടെ ഏറ്റവും ഒടുവിലത്തെ പ്രതികരണമാണ്. ഇനി എന്താണ് പി കെ ശശിക്ക് മുന്നിലുള്ള വഴി, എന്താണ് പി കെ ശശിയുടെ ലക്ഷ്യം എന്ന ചോദ്യം ഏറ്റവും പ്രസക്തമാകുന്ന മണിക്കൂറുകളാണ്. അവിടെ ചില പ്രതികരണങ്ങൾ കൂടി നമുക്ക് നോക്കാം. പി കെ ശശി മത്സരിക്കുമെങ്കിൽ പരിഗണിക്കേണ്ടി വരും എന്നതാണ് കെ സുധാകരൻ MP പറഞ്ഞത്. വി കുഞ്ഞികൃഷ്ണനെ 2 കൈയും നീട്ടി സ്വീകരിക്കും. ഇടതുപക്ഷത്തിന്റെ അസ്തിത്വം നഷ്ടമായി. തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കുമോ എന്ന് പാർട്ടി തീരുമാനിക്കുമെന്നും കെ സുധാകരൻ പറഞ്ഞു. അതേസമയം തന്നെ ജി സുധാകരനെ അനുനയിപ്പിക്കാൻ CPM ശ്രമം തുടങ്ങിയിരിക്കുന്നു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അദ്ദേഹവുമായി ഫോണിൽ സംസാരിച്ചു. താൻ വ്യക്തിപരമായി ആക്ഷേപിച്ചതോ പരിഹസിച്ചതോ അല്ലെന്ന് സുധാകരനോട് MV ഗോവിന്ദൻ വ്യക്തമാക്കി. മാധ്യമങ്ങൾ ഇക്കാര്യങ്ങൾ തെറ്റായി പ്രചരിപ്പിക്കുകയാണെന്നും സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. എന്നാൽ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ കാര്യങ്ങൾ കേട്ടതല്ലാതെ ജി സുധാകരൻ മറുപടി ഒന്നും നൽകിയിട്ടില്ല. സുധാകരനുമായി ജില്ലാ സെക്രട്ടറി ആർ നാസറും ഫോണിൽ സംസാരിച്ചിരുന്നു. അംഗത്വം പുതുക്കണമെന്ന നാസറിന്റെ ആവശ്യം സുധാകരൻ തള്ളി. പറയാനുള്ളത് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറഞ്ഞു കഴിഞ്ഞെന്നും കൂടുതൽ പ്രതികരിക്കാനില്ല എന്നുമുള്ള നിലപാടിലാണ് ജി സുധാകരൻ. ജി സുധാകരൻ പാർട്ടിയുടെ കരുത്തെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി.
നിർണായകമായ തെരഞ്ഞെടുപ്പിൽ ഞാൻ വിദ്യാർത്ഥി സംഘടനയിലും പാർട്ടിയിലും കടന്നു വരുമ്പോൾ എന്റെ നേതൃത്വ സ്ഥാനത്തുണ്ടായിരുന്ന വളരെ പരിണിതപ്രജ്ഞനായ ഈ പ്രസ്ഥാനത്തിന്റെ ഒരു കരുത്താണ് ഞങ്ങൾ ജി സുധാകരൻ സാർ എന്ന് വിളിച്ചു തുടങ്ങിയ സയാൽ ജി സുധാകരൻ. അപ്പൊ അദ്ദേഹത്തിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കോ ഇടതുപക്ഷത്തിനോ പ്രയാസമുണ്ടാക്കുന്ന യാതൊന്നും നിങ്ങളെല്ലാം കൂടി എഴുതിയും പറഞ്ഞും ചിത്രീകരിച്ചും അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ജി സുധാകരനുമായി പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്ന് ആർ നാസർ. തനിക്കെതിരെ വിമർശനമില്ലെന്നും CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി പറഞ്ഞു. ജി സുധാകരൻ പാർട്ടിക്ക് അതീതമായി ജനപിന്തുണയുള്ള നേതാവെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. അദ്ദേഹവുമായി ചർച്ച നടത്തിയിട്ടില്ല. തീരുമാനമെടുക്കേണ്ടത് ജി സുധാകരനാണ്. തീരുമാനമെടുത്താൽ കോൺഗ്രസ് ആലോചിക്കുമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ജി സുധാകരൻ വിഷയം കോൺഗ്രസ് ഔദ്യോഗികമായി ചർച്ച ചെയ്തിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അദ്ദേഹത്തോട് കോൺഗ്രസ് നേതാക്കൾക്കെല്ലാം ആദരവ് മാത്രമാണുള്ളത്. CPM അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ ശിഥിലീകരണം നേരിടുന്നു എന്നും VD സതീശൻ പറഞ്ഞു. ജി സുധാകരനെ പാർട്ടി സെക്രട്ടറി അവഹേളിച്ച നടപടി ശരിയല്ലെന്ന് രമേശ് ചെന്നിത്തല. സുധാകരനുമായി കോൺഗ്രസ് ഒരു തരത്തിലുള്ള ചർച്ചയും ഇതുവരെ നടത്തിയിട്ടില്ല. അദ്ദേഹമാണ് എല്ലാം തീരുമാനിക്കേണ്ടതെന്നും രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. അതേസമയം ജി സുധാകരനെ BJPയിലേക്ക് സ്വാഗതം ചെയ്ത് പാർട്ടി ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. സുധാകരനായി BJP വാതിൽ തുറന്നിട്ടിരിക്കുകയാണെന്ന് കൃഷ്ണദാസ് ന്യൂസ് 18നോട് പറഞ്ഞു. BJPക്ക് ആദരവുള്ള അഴിമതിക്കാരനല്ലാത്ത നേതാവാണ് സുധാകരനെന്നും കൃഷ്ണദാസ് പറഞ്ഞു. ഇതൊക്കെ ഒരു തുടക്കം മാത്രമാണ്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കാണാൻ സാധിക്കും നിരവധി മാർക്സിസ്റ്റ് കോൺഗ്രസ് നേതാക്കന്മാരും അനുയായികളും അനുഭാവികളൊക്കെ തന്നെ BJPയിലേക്കും NDAയിലേക്കും ഒഴുകിയെത്തുന്ന ഒരു പുതിയ രാഷ്ട്രീയം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ കേരളത്തിൽ ഉണ്ടാകാൻ പറ്റും. ഇത് നേരത്തെ VD സതീശൻ പറഞ്ഞതാണ് വിസ്മയം സംഭവിക്കാൻ പോകും. വിസ്മയം ആരംഭിച്ചത് VD സതീശന്റെ സ്വന്തം മണ്ഡലമായിട്ടുള്ള പറവൂരിൽ നിന്നാണ്. ആ പറവൂരിൽ നിന്ന് ആരംഭിച്ച വിസ്മയം ഇപ്പോൾ കേരളത്തിൽ എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ വിസ്മയം നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിസ്മയം ഉണ്ടാവും. അത് കാണാൻ പോകുന്നേ ഉള്ളൂ. ഞാൻ ചോദിക്കുന്നത് LDFന്റെയും UDFന്റെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അവിടെ ഒരു വിസ്മയത്തിനും കൂടെ BJP കാത്തിരിക്കുന്നുണ്ടോ? സ്വാഭാവികമായിട്ടും ഞങ്ങൾ എല്ലാ സാധ്യതകളെയും ഞങ്ങൾ പരിശോധിക്കും. ഇത്തവണ ഞങ്ങൾ വിജയിക്കാനും ഭരിക്കാനും വേണ്ടിയിട്ടാണ് മത്സരരംഗത്തുള്ളത്. ഞങ്ങൾ രണ്ടും കൽപ്പിച്ചിട്ടാണ്. ജി സുധാകരൻ ഞങ്ങളുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുക. ഞങ്ങൾ പ്രത്യയശാസ്ത്രത്തെയും നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തെയും അംഗീകരിക്കുന്ന ആരെയും ഞങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും. അല്ല, ജി സുധാകരൻ അങ്ങനെ മോദിയുടെയും അതുപോലെ തന്നെ BJPയുടെയും പ്രത്യയശാസ്ത്രത്തെ താല്പര്യത്തോടെ കാണുന്ന ഒരാളായിരിക്കാൻ ഇടയില്ല. അല്ല, അത് അദ്ദേഹമാണ് വ്യക്തമാക്കേണ്ടത്. പക്ഷേ ജി സുധാകരനോട് ഞങ്ങൾക്ക് ആദരവുണ്ട്. അദ്ദേഹം അഴിമതിയുടെ കറപുരളാത്തൊരു നേതാവാണ്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക്, രാഷ്ട്രീയ പ്രവർത്തകൻ നേതാവ് എന്നുള്ള നിലയ്ക്ക് ഒരു മാതൃകയാണ്. അദ്ദേഹത്തിൻ്റെ മോദിജി BJPയുടെ പ്രത്യയശാസ്ത്രത്തോട് അദ്ദേഹത്തിന് ആഭിമുഖ്യമുണ്ടോ അല്ലെ അതിനെ അനുകൂലിക്കുന്നുണ്ടോ, മോദിജിയുടെ നേതൃത്വത്തെ അദ്ദേഹം അംഗീകരിക്കുന്നുണ്ടോ, അദ്ദേഹമാണ് അത് നിലപാട് വ്യക്തമാക്കേണ്ടത്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അദ്ദേഹത്തിന് എന്ത് നിലപാട് സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അദ്ദേഹത്തിനോട് ഞങ്ങൾക്ക് ആദരവുണ്ട്, ബഹുമാനമുണ്ട്. അദ്ദേഹം BJPയിലേക്ക് വരാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഞങ്ങൾ അക്കാര്യത്തെക്കുറിച്ച് പരിശോധിക്കും. പാർട്ടി ഉചിതമായ തീരുമാനം കൈക്കൊള്ളും. യാതൊരു സംശയമില്ല. CPMവുമായി ഇനി ജി സുധാകരൻ അടുക്കുമോ എന്ന കാര്യം സംശയമാണ്. അത് BJP വിലയിരുത്തുന്നുണ്ട് അല്ലേ? സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഓരോ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അകത്തുള്ള ഓരോ ചലനത്തെ ഞങ്ങൾ വിലയിരുത്തുന്നുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നീട്ടി CPM. സംസ്ഥാന സമിതി തീരുമാനമെടുക്കാത്തതിനെ തുടർന്നാണ് നീട്ടിയത്. സ്ഥാനാർത്ഥി പട്ടിക അന്തിമമാക്കാൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ ചുമതലപ്പെടുത്തി. അടുത്തയാഴ്ച അവസാനം വീണ്ടും സെക്രട്ടേറിയറ്റ് ചേരാനാണ് തീരുമാനം. UDF ഭരണകാലത്തെ പരിഹസിച്ച് PRD പരസ്യം. വൈദ്യുതി, വിദ്യാഭ്യാസം, KSRTC, ക്ഷേമ പെൻഷൻ മുടക്കം, കാലിയായ ഖജനാവ്, വികസന മുരടിപ്പ് തുടങ്ങിയവ ചൂണ്ടിക്കാട്ടിയാണ് പത്രപരസ്യം. ഇരുണ്ട കാലം എന്ന പേരിലെ CPM ക്യാമ്പയിന് പിന്നാലെയാണ് പത്രപരസ്യവും. തൊട്ടടുത്ത പേജിൽ ഈ സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ വിവരിക്കുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ് ദിനപത്രങ്ങളിലാണ് മുഴുവൻ പേജ് പരസ്യം നൽകിയിട്ടുള്ളത്. ഇതിൽ വിമർശനവുമായി പ്രതിപക്ഷം രംഗത്തു വന്നു.
സർക്കാർ ജനങ്ങളുടെ പണം ഉപയോഗിച്ച് ഹീനമായ പ്രവൃത്തി നടത്താൻ PRDയെ ഉപയോഗിക്കുന്നുവെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വിമർശനം. PRD എത്രമാത്രം അധപ്പതിക്കാമെന്നതിന് തെളിവാണിത്. PRD പരിധികൾ ലംഘിച്ചു. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥർ മറുപടി പറയേണ്ടി വരുമെന്നും വി ഡി സതീശൻ. സർക്കാർ അധികാര ദുർവിനിയോഗവും ധൂർത്തും നടത്തുന്നുവെന്ന് രമേശ് ചെന്നിത്തല വിമർശിച്ചു. PRD ഓഫീസ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് AKG സെന്ററിലാണ്. PRD ഉദ്യോഗസ്ഥർ ചെവിക്ക് നുള്ളിക്കൊള്ളൂ എന്നും രമേശ് ചെന്നിത്തല. ഇവരാരും പെൻഷൻ വാങ്ങിക്കാൻ പോകുന്നില്ലെന്നും ഇത് ചെയ്ത ഉദ്യോഗസ്ഥർ മറുപടി പറയേണ്ടി വരുമെന്നും രമേശ് ചെന്നിത്തല. തെരഞ്ഞെടുപ്പ് എപ്പോൾ പ്രഖ്യാപിച്ചാലും UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഘടകകക്ഷികളുമായുള്ള ചർച്ച അന്തിമഘട്ടത്തിലാണ്. ഒരു ഘടകകക്ഷികളുടെയും ആഭ്യന്തര കാര്യങ്ങളിൽ കോൺഗ്രസ് ഇടപെടില്ല. RSPയിലെ തർക്കങ്ങളിൽ നിലപാടെടുക്കേണ്ടത് നേതൃത്വമെന്നും വി ഡി സതീശൻ. കൊല്ലം ഓച്ചിറയിൽ ദേശീയപാതയിൽ ഓട നിർമ്മിക്കാനെടുത്ത കുഴിയിൽ വീണ് ബൈക്ക് യാത്രികൻ മരിച്ചു. ഓച്ചിറ കണ്ടല്ലൂർ സ്വദേശി അജിയാണ് മരിച്ചത്. സ്ഥലത്ത് നാട്ടുകാർ പ്രതിഷേധിച്ചു. വിവരങ്ങളുമായി വിനീഷ് ചേരുകയാണ്. അവിടെ നിന്നും വിനീഷ്, എന്താണ് സംഭവിച്ചത്? രേണുക, ഇത് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി റോഡിന്റെ വശത്ത് ഓട നിർമ്മിക്കാനായി എടുത്ത കുഴിയിലാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. കണ്ടല്ലൂർ സ്വദേശി 50 വയസ്സുള്ള അജിക്കാണ് ദാരുണമായ അന്ത്യം സംഭവിച്ചത്. അജി സഞ്ചരിച്ചിരുന്ന ബൈക്ക് അടക്കം കുഴിയിലേക്ക് വീഴുകയായിരുന്നു. രാവിലെയാണ് ഇത് അറിയുന്നത്. അപ്പോ അജിയുടെ മൃതശരീരം പുറത്തെടുത്തിട്ടുണ്ട്. ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിഷേധം നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. കാരണം അശാസ്ത്രീയമായിട്ടുള്ളൊരു അവിടുത്തെ ഒരു നിർമ്മാണം നേരത്തെ തന്നെ നാട്ടുകാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അവിടെ കുഴി അടയ്ക്കുന്ന ഒരു നടപടിയിലേക്ക് ഇവർ നീങ്ങിയിരുന്നില്ല. നിലവിൽ അതിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ആ ഒരു കുഴിയിലെ അപകട ഭീഷണി നേരത്തെ തന്നെ നാട്ടുകാർ സൂചിപ്പിച്ചിരുന്നു. പക്ഷേ ഈ ദേശീയപാത വികസനത്തിന്റെ ഭാഗമായിട്ടുള്ള നിർമ്മാണം നടക്കുന്നുണ്ടെങ്കിൽ പോലും ഈ അശാസ്ത്രീയമായ ഒരു നിർമ്മാണം തന്നെയായിരുന്നു ആ ഭാഗങ്ങളിൽ. അതായത് ഒരു നീർച്ചാൽ കടന്നു പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നീർച്ചാലിന്റെ ഭാഗത്ത് ശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണം നടത്തണമെന്നും പഞ്ചായത്ത് അധികൃതർ അടക്കം ചൂണ്ടിക്കാട്ടുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വലിയൊരു പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു സംഭവം കൂടിയാണ് രേണുക. തീർച്ചയായും വികസനം നമുക്ക് ആവശ്യമെന്ന് പറയുമ്പോൾ പോലും വികസനത്തിനായി ഇത്തരം പ്രവർത്തികൾ നടക്കുമ്പോൾ ആ സമയം സഞ്ചരിക്കുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള മുൻകരുതലുകൾ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നതിന്റെ അവസാനത്തെ ഇരയാണ് ഈ ഓച്ചിറയിൽ ഉണ്ടായിരിക്കുന്ന അപകടത്തിൽ മരിച്ച വ്യക്തി എന്ന് തന്നെ പറയാം. ഓച്ചിറ കണ്ടല്ലൂർ സ്വദേശി അജിയുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ബൈക്ക് ഓടയ്ക്കായി കുഴിച്ച കുഴിയിൽ വീണാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. എസ് വിനേഷാണ് വിവരങ്ങൾ നൽകിയത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. ദേവസ്വം ബോർഡ് നൽകിയ കണക്കുകളിൽ പൊരുത്തക്കേടുണ്ടെന്ന് കോടതി. ബോർഡിന് സാമ്പത്തിക അച്ചടക്കമില്ല. കണക്കിലെ പൊരുത്തക്കേട് പരിഹരിക്കാൻ എന്തെല്ലാം ചെയ്യാനാകുമെന്ന് ഹൈക്കോടതി ചോദിച്ചു. ഇക്കാര്യം ഓഡിറ്റർ 10 ദിവസത്തിനകം അറിയിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ആജ്ഞ രവീന്ദ്രൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ആജ്ഞ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് രൂക്ഷ വിമർശനമാണ് ഹൈക്കോടതിയിൽ നിന്ന് നേരിട്ടിരിക്കുന്നത്. ഈ വരവ് ചെലവ് കണക്കുകൾ സംബന്ധിച്ചുള്ള പുതിയ വിവരങ്ങൾ സമർപ്പിച്ചതിന് ശേഷമാണ് ഈ വിമർശനം എന്ന് നമുക്ക് കാണാം. എന്തൊക്കെയാണ് ഇന്ന് കോടതി ചൂണ്ടിക്കാട്ടിയത്? ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരും. ദേവസ്വം ബോർഡിന് കനത്ത തിരിച്ചടിയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ രൂക്ഷ വിമർശനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ദേവസ്വം ബോർഡ് നൽകിയ കണക്കുകളിൽ പൊരുത്തക്കേടുണ്ട് എന്നതാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത്. ബോർഡിന് സാമ്പത്തിക അച്ചടക്കമില്ല എന്ന ഒരു വിമർശനം കൂടി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. കണക്കിലെ പൊരുത്തക്കേട് പരിഹരിക്കാൻ എന്തെല്ലാം ചെയ്യാനാകുമെന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. ഇക്കാര്യം ഓഡിറ്റർ 10 ദിവസത്തിനകം അറിയിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. 10 ദിവസത്തെ സമയം കൂടി അനുവദിച്ചിരിക്കുന്നു കോടതി എന്നത് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വരവ് ചെലവ് കണക്കുകൾ നേരത്തെ തന്നെ വലിയ രീതിയിലുള്ള പൊരുത്തക്കേട് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നതാണ്. വലിയ വിമർശനം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നതാണ്. ഇപ്പോൾ കോടതിയിൽ പുതിയ കണക്കുകൾ നൽകിയതിനു ശേഷമുണ്ടായിട്ടുള്ള വിമർശനമാണ് ഇത്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരുകയാണ്. ആജ്ഞ, ദേവസ്വം ബോർഡിന്റെ അച്ചടക്കമില്ലായ്മയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. നേരത്തെ തന്നെ ആരോപണ വിധേയമായിരുന്നു ബോർഡ്. ഇപ്പോൾ പുതിയ കണക്കുകൾ സമർപ്പിച്ചതിന് ശേഷവും കോടതിയിൽ നിന്ന് വലിയ വിമർശനം നേരിടേണ്ടി വന്ന സാഹചര്യം എന്താണ്?
രേണു, ആഗോള അയ്യപ്പ സംഗമത്തിലെ ഓഡിറ്റ് റിപ്പോർട്ടിന് മതിയായ രേഖകൾ ദേവസ്വം ബോർഡ് നൽകിയിട്ടില്ലെന്നാണ് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചത്. പ്രത്യേകിച്ചും ദേവസ്വം ബോർഡ് നൽകിയ കണക്കുകളിൽ പൊരുത്തക്കേടുണ്ട്. അയ്യപ്പ സംഗമത്തിന് കണക്കാക്കിയതിനേക്കാൾ കൂടുതൽ തുക ചെലവഴിച്ചിട്ടുണ്ട്. വ്യക്തമായ കാരണമില്ലാതെ സംഗമത്തിന്റെ ബജറ്റിൽ മാറ്റം വരുത്തി. ദേവസ്വം ബോർഡിന് സാമ്പത്തിക അച്ചടക്കമില്ലെന്നാണ് ഹൈക്കോടതി പ്രധാനമായും വിമർശിച്ചത്. അങ്ങനെയാണ് കണക്കിലെ പൊരുത്തക്കേട് പരിഹരിക്കാൻ എന്തെല്ലാം ചെയ്യാനാകുമെന്ന് ഹൈക്കോടതി ദേവസ്വം ബോർഡിനോട് ചോദിച്ചിട്ടുണ്ട്. ദേവസ്വം ബെഞ്ചാണ് ഇക്കാര്യം പരിഗണിച്ചിട്ടുള്ളത്. ഓഡിറ്റർ 10 ദിവസത്തിനകം ഈ കാര്യം കൃത്യമായി കോടതിയെ അറിയിക്കണം. അതായത് ദേവസ്വം ബോർഡ് സബ്മിറ്റ് ചെയ്ത കണക്കിലും ചെലവായ കണക്കിലും തമ്മിൽ പൊരുത്തക്കേടുകൾ ഉണ്ട് എന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ കാര്യം 10 ദിവസത്തിനകം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോടതി ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ട ഓഡിറ്റർ 10 ദിവസത്തിനകം കൃത്യമായ കണക്കുകൾ അറിയിക്കണം. ഈ എന്തെല്ലാം ചെയ്യാനാകുമെന്നുള്ള കാര്യം കൃത്യമായി കോടതി അറിയിക്കണമെന്നാണ്. കൃത്യമായ ബില്ലുകളും വൗച്ചറുകളും ദേവസ്വം ബോർഡ് നൽകിയിട്ടില്ലെന്നും കോടതി വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഈ ബില്ലുകളെല്ലാം രസീതുകളായി എഴുതുന്നു എന്നുള്ള ഒരു കാര്യം കോടതി കണ്ടെത്തിയിരുന്നതാണ്. അതുമാത്രമല്ല ആ സമയത്ത് ഇത്രയധികം, അതായത് ബാക്കിയുള്ള സംസ്ഥാനത്തെ മറ്റെല്ലാ സർവീസുകളും ഡിജിറ്റലൈസ് ചെയ്ത സാഹചര്യത്തിൽ ദേവസ്വം ബോർഡിൽ മാത്രം എന്താണ് ഈ അപാകത ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഡിജിറ്റലൈസ് ചെയ്യാൻ ഇത്ര അമാന്തം എന്താണ് എന്ന് കോടതി നേരത്തെ ചോദിച്ചിരുന്നതാണ്. ആ സാഹചര്യം കൂടി കോടതി ഈ അവസ്ഥയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കൃത്യമായി കണക്കിൽ കൃത്യത വരണം. അത് കൃത്യമായ കണക്കല്ല ദേവസ്വം ബോർഡ് നൽകിയിരിക്കുന്നുള്ള കോടതി രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. രാജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ബോർഡിന് 10 ദിവസത്തെ സമയം കൂടിയാണ് ഈ കണക്കുകൾ കൃത്യമായി വിവരിക്കാൻ ഹൈക്കോടതി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡിനെതിരെ ഇഡിക്ക് തന്ത്രി കണ്ഠരര് രാജീവരുടെ മൊഴി. സ്വർണ്ണക്കൊള്ള നടന്നിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ദേവസ്വം ബോർഡും ഉദ്യോഗസ്ഥരുമാണെന്നാണ് മൊഴി. ബോർഡിന്റെ ഭരണപരമായ തീരുമാനങ്ങളിൽ തനിക്ക് പങ്കില്ല. തന്ത്രിയുടെ മൊഴി വിശദമായി പരിശോധിച്ച് ആവശ്യമെങ്കിൽ വീണ്ടും വിളിപ്പിക്കാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തീരുമാനം. സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രി നഴ്സുമാരുടെ പണിമുടക്ക് തുടരുകയാണ്. ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ടാണ് സമരം. സർക്കാർ അനുകൂല നിലപാടെടുത്തില്ലെങ്കിൽ തിങ്കളാഴ്ച മുതൽ സമരം കടുപ്പിക്കാനാണ് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ തീരുമാനം. അതേസമയം സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ നടത്തിവന്ന സമരം താൽക്കാലികമായി നിർത്തിവെച്ചു. ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഉടൻ ലഭ്യമാക്കുമെന്ന ഉറപ്പിലാണ് നടപടി. സംസ്ഥാനത്ത് SSLC പരീക്ഷയ്ക്ക് തുടക്കമായിരിക്കുന്നു. സമയക്കുറവും സിലബസ് മാറ്റവും ഒഴിച്ചു നിർത്തിയാൽ ഇന്ന് നടന്ന മലയാളം പരീക്ഷ എളുപ്പമായിരുന്നുവെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. 4 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ഇക്കുറി പരീക്ഷ എഴുതിയത്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,990 രൂപ, പവന് 1,19,920 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 12,380 രൂപ, പവന് 99,040 രൂപ. വെള്ളി ഗ്രാമിന് 285 രൂപ, കിലോയ്ക്ക് 2,85,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. പകൽ വാർത്ത പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ് കാണാം. ടോം കുര്യാക്കോസ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.